നമസ്കാരം, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി എസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കുറച്ച് വലിയ ക്ലാസ് ആണ്. പല ആൾക്കാർക്ക് മനസ്സിലായി കാണും. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത് കറക്റ്റ് ഡേറ്റ് പറയുമ്പോൾ 2021 ഒക്ടോബർ മാസം 7-ാം തീയതി LDCയുടെ മെയിൻ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയ ഒരു പരീക്ഷ നടന്നിരുന്നു. LDCയുടെ തന്നെ എക്സ് സർവീസ്മാൻ പരീക്ഷ. ആ പരീക്ഷയിലെ 100 ചോദ്യങ്ങളിലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒഴിച്ച് ബാക്കിയുള്ള 70 ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. വെറുതെ 70 ചോദ്യം പഠിക്കാനായിട്ട് ഇത്രയും ദൈർഘ്യമുള്ള ക്ലാസ്സിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ വെറുതെ 70 ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ പഠിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒട്ടുമിക്കതും നമ്മളിന്ന് പഠിക്കുന്നുണ്ട്. അതിൽ ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, കലാസാഹിത്യം, സിനിമയുണ്ട്, അങ്ങനെ മറ്റു പല മേഖലകളും ഉണ്ട്. LDCയുടെ മെയിൻ എക്സാമിൻ്റെ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു പരീക്ഷ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ ഇമ്പോർട്ടൻസും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസും LDC എഴുതാൻ പോകുന്ന ആൾക്കാരോട് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി 10th പ്രിലിംസ് പാസ്സായിട്ടാണ് ഈ മെയിൻസ് എഴുതാൻ പോകുന്നത്. ഈ 10th പ്രിലിംസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടത്തിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി എടുത്ത് പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടത്തിൽ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം ഒരു പക്ഷേ ഇവിടെയും നമ്മൾക്ക് ആവർത്തിച്ചേക്കാം. ഇതേ പാറ്റേണിൽ ഇതേ ചോദ്യം തന്നെ ചോദിക്കുമെന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതേ ചോദ്യത്തിൻ്റെ തൊട്ടടുത്ത് വരുന്ന അടുത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള വസ്തുതകൾ ചോദിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലോങ് ക്ലാസ്സും ഇത്രയും അധികം ചോദ്യങ്ങളും ഇത്രയും അധികം ടോപ്പിക്കുകളും ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് ഒക്ടോബർ മാസം 7-ാം തീയതി നടന്ന പരീക്ഷയാണ്. ഇതിപ്പോൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിക്കവാറും ഒരു ദിവസമോ 2 ദിവസമോ കഴിയാൻ സാധ്യതയുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയധികം ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള എൻ്റെ സമയമാണ് ഈ പറയുന്ന ദിവസം. അപ്പോൾ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ള ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നേരെ ഈ ഒരു ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം, ഏറ്റവും ബേസിക് ചോദ്യമാണ്. ഫസൽ അലി കമ്മീഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഏറ്റവും സ്റ്റാർട്ടിങ് വരുന്നതും അല്ലാതെ GK-യിലൊക്കെ പഠിക്കുന്നതുമായ കാര്യം തന്നെയാണ്. ഇവിടെ ഓപ്ഷനിൽ സലീം അലിയൊക്കെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഈ അലി കാണുമ്പോൾ മാറിപ്പോകാനാണ് ഈ സലീം അലി കൊണ്ട് ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. സലീം അലി ആരാണ്? ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വരുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ് എന്നാണ്. മാംഗനീസ് ആണോ, ചെമ്പാണോ, ഇരുമ്പുരുക്കാണോ, ബോക്സൈറ്റ് ആണോ? ഈ മാംഗനീസ്, ചെമ്പ്, ബോക്സൈറ്റൊക്കെ അല്ലെന്ന് നമുക്കറിയാം, ഇരുമ്പുരുക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും അത് തന്നെയാണ്. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ, ഇരുമ്പുരുക്കുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ. കാരണം അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ്. ഇതും മിക്കവർക്കും അറിയാൻ പറ്റുന്ന ചോദ്യമാണ്, കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ഞാനൊരു എക്സ്ട്രാ ചോദ്യം പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? അത് നോട്ട് വെച്ചേക്ക്. കൃഷി അധിഷ്ഠിത, അത് പരുത്തിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ പരുത്തി തുണി വ്യവസായമാണ്. ക്ലിയർ അല്ലേ? 2 ചോദ്യങ്ങൾ കൂടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം നമ്മുടെ പരുത്തി തുണി വ്യവസായം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ ടോട്ടോട്ട് രാജ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഭരണാധികാരി. ഇത് എനിക്ക് തോന്നുന്നു പൊതുവേ റാങ്ക് ഫയലിൽ ഇല്ലാത്തൊരു ചോദ്യമാണിത്. കാരണം ഈ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനും 1-2ഓളം റാങ്ക് ഫയലുകൾ വായിച്ചാണ്. അതിൽ ഈ ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ റാങ്ക് ഫയലിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരു ചോദ്യം വിക്കിപീഡിയയിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ഈ പഴശ്ശിരാജ അല്ലെങ്കിൽ ഈ അതുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളുടെ പേരൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് വന്നോളും. അപ്പോൾ ഇതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലായ കാര്യം, കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന പേര് ഇങ്ങനെയായിരുന്നു. പിന്നീടാണ് അത് പരിണമിച്ച് ഈ കോട്ടയോട്ട് രാജ ആയി മാറിയെന്നാണ് പറയപ്പെടുന്നത്. കാരണം കോട്ടയം യുദ്ധത്തെ ബ്രിട്ടീഷ് രേഖകളിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് കോട്ടിയോട്ട് വാർ എന്നൊരു പേരിലായിരുന്നു. കോട്ടയം യുദ്ധത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന പേര് കോട്ടിയോട്ട് വാർ. പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ സ്പെല്ലിങ് വരുന്നത് COTIOTEWAR. ഇതാണ് കോട്ടയം വാറിനെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്കും ഇങ്ങനൊരു പേര് കൊടുത്തത്. കാരണം കോട്ടയം രാജയാണല്ലോ ഈ പറയുന്ന പഴശ്ശിരാജ. സോ കോട്ടയം രാജ എന്ന അർത്ഥത്തിൽ കോട്ടയോട്ട് രാജ എന്ന് വിളിച്ചു. അപ്പോൾ അത് നോട്ടി വെച്ചേക്ക്. ഉത്തരം വരുന്നത് നമ്മുടെ പഴശ്ശിരാജയാണ്. നാലാമത്തെ ചോദ്യം വരുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണെന്നാണ്. ബേസിക് ചോദ്യം. നാഷണൽ
വാട്ടർവേസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത എന്ന് പറയുന്നത് NH1 ആണ്. നമ്മൾ ഈ ടോപ്പിക്ക് വരച്ച് വൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് കംപ്ലീറ്റ് ദേശീയ ജലപാതകൾ വരച്ച് ചിത്രങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ നാഷണൽ വാട്ടർവേ 1 സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ നദി ഏത് നദിയായിരിക്കും? ഗംഗാ നദി. ഗംഗയിലാണ് ഈ ദേശീയ ജലപാത സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗംഗയുടെ തീരത്തുള്ള അലഹബാദ് എന്ന് പറയുന്ന ഒരു പട്ടണം. ഈ അലഹബാദ് എന്ന് പറയുന്ന പട്ടണം മുതൽ നമ്മുടെ കൊൽക്കത്തയ്ക്കൊക്കെ വളരെ അടുത്തുള്ള ഹാൽഡിയ എന്ന് പറയുന്ന സ്ഥലം, ഇത് രണ്ട് സംസ്ഥാനങ്ങളിലാണ്. അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് വേറെ രീതിയിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഉത്തർപ്രദേശ് മുതൽ ഈ ഹാൽഡിയ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ വരെയും വെസ്റ്റ് ബംഗാൾ വരെയും ഇങ്ങനെയും വേണമെങ്കിൽ ഓപ്ഷൻ ചോദിക്കാം. അപ്പോൾ ഉത്തർപ്രദേശ് മുതൽ വെസ്റ്റ് ബംഗാൾ വരെയാണ് ഈ ദേശീയ ജലപാത സ്ഥിതി ചെയ്യുന്നത്. ഈ ടോപ്പിക്ക് നമ്മൾ എടുത്തുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് വിശദീകരിക്കുന്നില്ല. അവിടെ ഇതെല്ലാം കംപ്ലീറ്റ് പറയുന്നുണ്ട്. കായലിൽ സ്ഥിതി ചെയ്യുന്ന, നദിയിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാം കംപ്ലീറ്റ് പറയുന്നുണ്ട്. സാദിയ, ദുബ്രി, കൊല്ലം, കോഴിക്കോടും, കാക്കിനാട്, പുതുശ്ശേരി ഒക്കെ അവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ അവിടെ കണ്ടുപോക്കുക. അപ്പോൾ 5ാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടി രൂപം നൽകിയവർ ആരെല്ലാം? ഏറ്റവും ബേസിക് ചോദ്യമാണ്. സ്വരാജ് പാർട്ടി അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിരുന്നു. ഈ സ്വരാജ് പാർട്ടി രൂപം നൽകിയത് നമ്മുടെ നെഹ്റുവിൻ്റെ അച്ഛനാണ്, അതായത് മോത്തിലാൽ നെഹ്റു ആണ്. പിന്നെ CR ദാസ്. 2 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പേരാണ്. ഇവിടെ ഓപ്ഷൻ ഏതന്നെ നിങ്ങൾ നോക്കിയേ, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ അല്ലേ ഇത്. CR ദാസും ജവഹർലാൽ നെഹ്റുവും എഴുതി വെച്ചു. പക്ഷേ ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനും CR ദാസുമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അച്ഛൻ്റെ പേരാണ് മോത്തിലാൽ നെഹ്റു. അപ്പോൾ മോത്തിലാൽ നെഹ്റുവും CR ദാസും ചേർന്നിട്ടാണ് ഈ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. നമ്മൾ പല ക്ലാസ്സിലും ഇത് പറഞ്ഞിട്ടുണ്ട്, സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഉത്തരം എൻ്റെ വരുന്നത് B ആണ് ഉത്തരം. ഓക്കെ, 6ാമത്തെ ചോദ്യം. നമ്മളിതെല്ലാം പഠിച്ചു പോവുകയാണ്, വെറുതെ ഉത്തരം മാത്രം പറഞ്ഞിട്ടല്ല നമ്മൾ പോകുന്നത്. 6ാമത്തെ ചോദ്യം വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി, ടോട്ടൽ ഏരിയ. പൊതുവേ എനിക്ക് തോന്നുന്നു പൊതുവേ റാങ്ക് ഫയൽ ഇല്ലാത്തൊരു ചോദ്യമാണ് ഇത്. ഇതൊക്കെ പക്ഷേ വിക്കിപീഡിയയിലുണ്ട് കേട്ടോ. വിക്കിപീഡിയയിൽ എല്ലാ ചോദ്യവും ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്കറിയാം. വിക്കിപീഡിയ അത്രയും വലിയ സോഴ്സാണ്. എന്തിനെക്കുറിച്ച് സെർച്ച് ചെയ്താലും പൊതുവേ അതിനകത്ത് ഉണ്ടാവും. അതിൽ ഈ സംഖ്യകളൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വിസ്തൃതിയും കാര്യങ്ങളും ഒക്കെ. അത് 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യൻ ഓഷ്യൻ വരുന്നത്. ഓക്കെ, അവിടെ വേറെ സംശയങ്ങളില്ലല്ലോ. ഓക്കെ, 7ാമത്തെ ചോദ്യം വരുന്നത് അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരാണെന്നാണ്. അഗ്നിപുത്രി, ഇത് മലയാളത്തിൽ ചോദിച്ചുകൊണ്ട് ഒരു പക്ഷേ കുറച്ച് പേർക്കൊരു പ്രശ്നം വന്നേക്കാം. മറ്റൊരു വേർഡായിട്ട് വേണമെങ്കിൽ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ ടെസ്സി തോമസ് ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എല്ലാവർക്കും അറിയാൻ പറ്റും, ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. അപ്പോൾ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ, അതായത് അഗ്നിപുത്രി എന്നറിയപ്പെടുന്നത് നമ്മുടെ ടെസ്സി തോമസ് ആണെന്ന് ആലോചിച്ച് വെക്കുക. ഇവിടെ ഓപ്ഷൻ കണ്ടാൽ തെറ്റിപ്പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഓപ്ഷൻ്റെ പേരൊന്നും വായിക്കുന്നില്ല. നമ്മുടെ 8ാമത്തെ ചോദ്യം വരുന്നത് കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്നാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മലനാട് കേരളത്തിലുണ്ടോ? മരുപ്രദേശം കേരളത്തിലുണ്ടോ? ഇടനാട് കേരളത്തിലുണ്ടോ? തീരപ്രദേശം കേരളത്തിലുണ്ടോ? നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ആകെ 3 ഭൂപ്രദേശങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ കേരള ജോഗ്രഫി അടിസ്ഥാനപ്പെടുത്തി കേരളത്തിനെ ലാൻഡിനെ 3ആക്കിയാണ് തിരിക്കുന്നത്. അതാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇല്ലാത്തത് മരുപ്രദേശമാണ്, മരുഭൂമിയാണ്. നമുക്കറിയാം മരുഭൂമി നമ്മുടെ കേരളത്തിലില്ല എന്ന്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം 8. 8ാമത്തെ ഉത്തരം C ആണ്. 9ാമത്തെ ചോദ്യം, ചേരിചേര പ്രസ്ഥാനം രൂപവത്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ് എന്നാണ് 9ാമത്തെ ചോദ്യം. ബെൽഗ്രേഡ് സമ്മേളനമാണോ? വെനൻസുല സമ്മേളനമാണോ? ബാന്തൂങ് സമ്മേളനമാണോ? ലാഹോർ സമ്മേളനമാണോ? ഈ ബാന്തൂങ് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാന്തൂങ് നമ്മുടെ ഇന്തോനേഷ്യയിലുള്ളൊരു സ്ഥലമാണ് ഈ ബാന്തൂങ് എന്ന് പറയുന്നത്. ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മ്യാൻമർ, പിന്നെ പാകിസ്ഥാൻ. ഏതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, നമ്മുടെ ഇന്ത്യ, പിന്നെ ശ്രീലങ്ക, പിന്നെ മ്യാൻമർ, പാകിസ്ഥാൻ. ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണമായത്. ആ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1955 ഏപ്രിൽ മാസം 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെ. അപ്പോൾ ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്ന തീയതിയാണ് 1955 ഏപ്രിൽ 18 മുതൽ 24-ാം തീയതി വരെയും. അത് നടന്ന സ്ഥലമാണ് ഇന്തോനേഷ്യയിലെ ബാന്തൂങ് എന്ന് പറയുന്ന സ്ഥലം. ബാന്തൂങ്. ഓക്കെ, 10ാമത്തെ ചോദ്യം. സമീപകാലത്ത് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണെന്നാണ്. അതായത് വാമൊഴിയിൽ നിന്ന് എങ്ങനെയാണത് വരമൊഴിയിലേക്ക് വളരെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് സമീപകാലത്ത്.
അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ബാരി ഭാഷയാണ്. ബാരി ഭാഷ ഇത് കർണാടക ആ മേഖലകളിലുള്ളൊരു ഭാഷയാണ് ബാരി ഭാഷ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സമീപകാലത്ത് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷയാണ് ബാരി ഭാഷ. 11ാമത്തെ ചോദ്യം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിലബസിലൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അമേരിക്കൻ വിപ്ലവവും റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും ചൈനീസ് വിപ്ലവവും ഒക്കെ സിലബസിലുള്ളതാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ടെന്നീസ് കോർട്ടില്ലേ, ടെന്നീസ് കോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്ത് ഫ്രഞ്ച് കിസ് നടന്നതെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇത് നമ്മുടെ കോഡാണ്. ശരിക്കും അതിൻ്റെ ആശയം വരുന്നത് ഈ ടെന്നീസ് കോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിജ്ഞ നടന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട്. ഇത്രേ സംഭവമുള്ളൂ. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുമെന്ന് ചോദിച്ചാൽ മനസ്സിലോട്ട് പറഞ്ഞേ ടെന്നീസ് കോർട്ടും ഫ്രഞ്ച് കിസ്സും ആലോചിക്കുക. ഫ്രഞ്ച് കിസ്, ഇവിടെ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടോ സംഭവം. ഓക്കെ, 12ാമത്തെ ചോദ്യം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് എടുത്ത ടോപ്പിക്കാണ്. കാറ്റുകൾ ഏകദേശം ഒരു 4 പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. വടക്കേ അമേരിക്കയിലെ റോക്കി എന്ന് പറയുന്ന പർവ്വതനിര, അതിൻ്റെ കിഴക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്, ചൂട് കാറ്റ്, അതിൻ്റെ പേരാണ് ചിനുക്ക്. ചിനുക്ക് ചിനുക്ക്. ഫൊന്നൊക്കെ യൂറോപ്പിലാണെന്ന് നമുക്കറിയാം. ലു എന്ന് പറയുന്നത് ഇന്ത്യയിലാണെന്ന് നമുക്കറിയാം. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. അതൊക്കെ ആ ക്ലാസ്സുകൾ കണ്ടുപോക്കുക, കംപ്ലീറ്റ് മനസ്സിലാവും. ഇവിടെയൊക്കെ ഇതൊക്കെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം വീണ്ടും നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ 13ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 13, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ ടോപ്പിക്ക്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ പഠിപ്പിച്ച കുറേ കാര്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അടുത്തെടുത്ത ടോപ്പിക്കാണ് കാർഷിക കാലങ്ങളും കാർഷിക വിളകളും. കംപ്ലീറ്റ് കോഡ് വെച്ച് പഠിപ്പിച്ച ക്ലാസ്സാണ്. നമുക്ക് നോക്കാം. ഇവിടുത്തെ ചോദ്യം ഇങ്ങനെയാണ്: കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ് ശരിയെന്നാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഖാരിഫ് നെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, റാബി പരുത്തി, സെയ്ദിന് പഴവർഗ്ഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കോഡ് എന്തായിരുന്നു? ചോഗനി പച്ചനെല്ല് എന്നായിരുന്നു നമ്മുടെ ഖാരിഫിൻ്റെ കോഡ്. അവിടെ നിന്ന് തന്നെ ഈ സംഭവം കിട്ടും അല്ലേ? ചോ കനി പച്ച നെല്ല്. അപ്പോൾ ഖാരിഫിൻ്റെ കോഡാണ് കേട്ടോ ഇത്. ഖാരിഫ് വിളകളുടെ കോഡാണ് ചോകനി പച്ചനെല്ല്. അപ്പോൾ ചോയാണ് ചോളം, കായാണ് കരിമ്പ്, നീയാണ് നിലക്കടല, പായാണ് പരുത്തി, ചായാണ് ചണം. അപ്പോൾ ഖാരിഫ് എന്ന് പറയുന്ന വിളക്ക് എക്സാമ്പിളാണ് ഈ പറയുന്ന പരുത്തി, നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പരുത്തി റാബിയാണെന്നാണ്. അത് തെറ്റല്ലേ? പരുത്തി റാബി അല്ല, ഖാരിഫ് വിളയാണ്. കാരണം പരുത്തി മഴക്കാലത്തെ ആശ്രയിച്ചിട്ടുള്ള കൃഷിരീതിയാണ്. റാബി മീൻസ് മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ള കൃഷിരീതികളാണ് റാബി. അതിൻ്റെ കോഡ് നമ്മൾ പറഞ്ഞു ഗോപ ബാലിക പുകവലിക്ക് വന്നേക്കാം. ഓക്കെ, അപ്പോൾ റാബി ഇവിടെ തെറ്റാണ്. ഇനി ഇവിടുത്തെ ചോദ്യം എന്താണ്? മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ശരിയായ ജോഡികൾ അപ്പോൾ 1ഉം 3ഉമാണ് ശരി. ഇത്രേ സംഭവമുള്ളൂ. അപ്പോൾ 1, 3 എന്നിവ ശരി. അപ്പോൾ ഓപ്ഷൻ സി. എളുപ്പമല്ലേ? വേറെ കുഴപ്പമില്ലല്ലോ. അത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ പരുത്തി ഒരു ഖാരിഫ് വിളയാണെന്ന് ആലോചിച്ച് വെക്കുക. നെല്ല് ഖാരിഫ് വിള, അത് ശരി തന്നെയാണ്. ഓക്കെ, 14ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത്, വാണിജ്യ ബാങ്കുകളുടെ നമ്മുടെ സാധാരണ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാണെന്നാണ്. നോട്ട് അച്ചടിച്ചിറക്കാനായിട്ട് സാധാരണ ബാങ്കുകൾക്ക് അവകാശമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു കാര്യം. ഓപ്ഷൻ ബി വരുന്നത് വായ്പ നിയന്ത്രിക്കൽ ആണോ? അല്ല. അതൊക്കെ റിസർവ് ബാങ്കിൻ്റെ കയ്യിലല്ലേ. റിസർവ് ബാങ്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വായ്പ നിയന്ത്രിക്കാനുള്ള അവകാശം ഇല്ല. നോട്ട് അച്ചടിക്കാനുള്ള അവകാശവും ബാങ്കുകൾക്ക് ഇല്ല. റിസർവ് ബാങ്കിന് മാത്രമേ ഉള്ളൂ. സർക്കാരിൻ്റെ ബാങ്ക് ഈ വാണിജ്യ ബാങ്കുകളാണോ? അല്ല. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, അതങ്ങോട്ട് സ്വീകരിച്ചാൽ പോരെ. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഉൾപ്പെടുന്നത് ഏത്? അപ്പോൾ ഏതാണ് ഉൾപ്പെടുന്നത്? ഈ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്ന പരിപാടി മാത്രമാണ് ഉൾപ്പെടുന്നത്. സോ ഉത്തരം നിക്ഷേപങ്ങൾ സ്വീകരിക്കുക മാത്രമാണ്. ബാക്കിയൊക്കെ റിസർവ് ബാങ്കിൻ്റെ കയ്യിലാണ്, സർക്കാരിൻ്റെ ബാങ്കും എല്ലാ കാര്യങ്ങളൊക്കെ. ഇനി 15ാമത്തെ ചോദ്യം വരുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം തന്നെയാണ്. ഇരുമ്പുരുക്ക് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ആ ഇരുമ്പുരുക്കുമായി ബന്ധപ്പെട്ട ഒരു 2ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ 15 ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ. നേരത്തെ ഒരു ചോദ്യം വന്നിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക്, കൃഷി അധിഷ്ഠിത പരുത്തി. ഓക്കെ, ഇത് നമ്മൾ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ എടുത്തു തരാം. കംപ്ലീറ്റ് വരച്ച് നല്ല അടിപൊളി കോഡായിട്ട് ഈ ഒരു സംഭവം മുഴുവൻ അങ്ങ് പഠിപ്പിച്ച് തരാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. ജസ്റ്റ് ഒരു കോഡ് മാത്രം വേണമെങ്കിൽ പറയാം. ഈ ബിലായി എന്ന് പറയുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, റൂർക്കേല എന്ന് പറയുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഒഡീഷയിലാണ്.
അതൊന്ന് ആലോചിച്ച് വെക്കുക. റൂർക്കേല ഒഡീഷയിലാണ്. ഇത് ഞാൻ ഒരു പ്രത്യേക സൈസ് കോഡിട്ടാണ് പഠിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നോക്കി നിങ്ങൾ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒച്ചെടുക്കണ ഒരു ജീവി ഉണ്ടല്ലോ, അതായത് കൂട്ടിലടച്ചിട്ടിരിക്കുന്ന ഒരു ജീവി എന്നും പറഞ്ഞ് ഉണ്ടാ, ഇപ്പം തന്നെ മനസ്സിലാവുന്നില്ലേ? പട്ടിയാണ്. ഇത്രയും സംഭവമുള്ളൂ. ഏത് പട്ടിയാണെന്ന് ചോദിച്ചാൽ ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയാണ് പൊതുവെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ റൂർക്കലക്ക് സഹായിച്ച രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ജർമ്മൻ ഷെപ്പേർഡ് പട്ടി. ഈ പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കയ്യും കാലവും കൊടിയും. അതാണ് ഒഡീഷ. ഇത്രയും സംഭവമുള്ളൂ. ഇങ്ങനത്തെ കുറച്ച് കോഡുകളുണ്ട്. ഈ കോഡുകൾ ഞാനിട്ട കോഡാണ്, വേറെ എവിടെ നിങ്ങൾക്ക് ഈ കോഡ് കിട്ടില്ല. ഈ കോഡ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, കിട്ടും. ഞാൻ പണ്ട് ഇട്ട കോഡാണെങ്കിലും എനിക്ക് എപ്പോൾ ചോദിച്ചാലും ഇത് കിട്ടുന്നുണ്ട്, ഇത്രയും വർഷമായിട്ട് പോലും. അപ്പോൾ എന്ന് കാണിക്കുന്നത് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയാണ്. അത് കടിച്ച കൈ ഒടിയും. ഇത്രയും സംഭവമുള്ളൂ. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ കൈ ഒടിയും. അപ്പോൾ ഛത്തീസ്ഗഡിലല്ലല്ലോ, അത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷ. ഭിലായ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. ഭിലായ് ഛത്തീസ്ഗഡിലാണ്. ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിൽ. ശരിയാണ്. ഈ നമ്മുടെ ദുർഗാ ദേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ കൊൽക്കത്ത പ്രദേശങ്ങളിലേക്കാണ് കൂടുതലുള്ളത്. നമ്മുടെ ദിലീപിൻ്റെ ഒരു സിനിമയിൽ അത് കൃത്യമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്, ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ. അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു കൽക്കട്ട ന്യൂസാണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് ഇത് പഠിക്കാൻ സാധിക്കും. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. അത് ശരിയാണ്. ബൊക്കാറോ ജാർഖണ്ഡിൽ ശരിയാണ്. ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3ഉം 4ഉമാണ് ശരി. അപ്പോൾ 3, 4 എന്നിവ നല്ല ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വായിച്ച് ഒരുപാട് സമയം അങ്ങ് പോകും. അതാണ് ഈ ക്വസ്റ്റ്യൻസ് ഇടുന്ന ആളുടെയും ഉദ്ദേശം. എളുപ്പമാണ് സംഭവം. ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഒരു ചോദ്യം മാത്രം കിട്ടി എഴുതാൻ സാധിക്കില്ല, എല്ലാം കിട്ടണ്ടേ. ഈ 4ൻ്റെയും ഉത്തരം അറിഞ്ഞാൽ മാത്രമല്ലേ ഇതിൻ്റെ യഥാർത്ഥ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. കുറച്ച് വലിയ ചോദ്യമാണ്, പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യം തന്നെയാണ്. ഈ പ്രസ്താവന രൂപത്തിൽ ഏകദേശം ഒരു 18ഓളം ചോദ്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. ഓക്കെ, നോക്കട്ടെ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ പ്രസ്താവന വരുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കി, ശരിയാണ്. നമ്മളിത് പഠിപ്പിച്ചിട്ടുണ്ട് ഈ ടോപ്പിക്ക് ധാതുവുമായി ബന്ധപ്പെട്ട്. അവിടെ ഞാൻ ഈ പോയിന്റ് പറഞ്ഞാണ്. നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമായ ടോട്ടൽ ഊർജത്തിൻ്റെ 65% ഊർജം കൽക്കരിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമായ ഊർജ്ജത്തിൻ്റെ 65% ഊർജ്ജം കൽക്കരിയുമായി ബന്ധപ്പെട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ഈ ഒരു പ്രസ്താവന ശരിയാണ്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മുഖ്യ താപോർജ്ജ സ്രോതസ്സ് ശരിയാണ്. അത് മനസ്സിലായി നമുക്ക്. ഈ സംഖ്യ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, 65. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. അത് ശരിയാണല്ലോ. ഈ പറയുന്ന പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നു. പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ ഈ ഒരു ചോദ്യവും. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. തമിഴ്നാട്ടിലാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്ന കൽക്കരി കൂടുതലും കാണപ്പെടുന്നത്. ബിറ്റുമിനസ് കൂടുതലും കാണപ്പെടുന്നത് ജമ്മു കാശ്മീർ മേഖലയിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ കൂടുതലും ലിഗ്നൈറ്റ് കാണപ്പെടുന്നു. അല്ലെങ്കിൽ തമിഴ്നാട്ടിലും കൂടുതൽ കാണപ്പെടുന്നത് ഏത് കൽക്കരിയുടെ വിഭാഗമാണെന്ന് ചോദിച്ചാൽ അത് ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ വേറെ കുഴപ്പമില്ല. അപ്പോൾ ഇത് 3ഉം ശരിയാണ് കേട്ടോ. ഇത് 3ഉം ശരിയാണ്, അത് മനസ്സിലായി. ഇനി മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം, കോൾ ഫീൽഡ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ശരിയാണെന്ന്. ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചോദ്യം. എനിക്ക് തോന്നുന്നു ഈ കുറച്ച് നാൾ മുന്നേ നടന്ന ഏതൊരു പരീക്ഷക്കാണ് ചോദിച്ചത് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം കോൾ ഫീൽഡ് ഏതാണെന്ന്. ജാറിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? അത് ജാറിയ ആണ്. ജാറിൽ നിറച്ചും കൽക്കരിയാണെന്ന് ആലോചിച്ചാൽ മതി. ഇത് ജാർഖണ്ഡിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം അല്ലെങ്കിൽ കൽക്കരി ഫീൽഡ് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഒന്ന് തന്നെയാണ് കാണാറുള്ളതും. ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ എന്നും ലാർജസ്റ്റ് കോൾ മൈൻ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ജാർഖണ്ഡ്. അത് മനസ്സിലായല്ലോ. രണ്ടാമത്തെ വലുതിൻ്റെ പേര് ചോദിച്ചാലാണ് റാണിഗഞ്ച് ആവുന്നത്. റാണിഗഞ്ച്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയയും രണ്ടാമത്തെ വലുതാണ് റാണിഗഞ്ച് നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ളത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 4ാമത്തെ പ്രസ്താവന തെറ്റല്ലേ? മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് വരുന്നുള്ളത് തെറ്റല്ലേ? ഈ മുംബൈ ഹൈ എണ്ണ ശുദ്ധീകരണശാലയാണ്, കൽക്കരിപ്പാടം അല്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതായിരിക്കും? ഇതിൻ്റെ ഉത്തരത്തിലോട്ട് വരുമ്പോൾ 1, 2, 3 ആണ് ശരി. 1, 2, 3 ആണ് ശരി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം.
ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽപ്പെടുന്നവ ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന വരുന്നത് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. അതൊരു ഉദാരവൽക്കരണമാണല്ലോ, അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന വരുന്ന കമ്പോള നിയന്ത്രണങ്ങൾ അതൊക്കെ പിൻവലിച്ചു. ഓക്കെ, അതും പ്രസ്താവന ശരിയാണ്. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. അതും ശരിയാണല്ലോ. ഇതൊക്കെ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉള്ള പ്രസ്താവനകളാണ്, ശരിയായ കാര്യങ്ങളാണ്. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങളൊക്കെ ലഘൂകരിച്ചു കൊടുത്തു, കമ്പോള നിയന്ത്രണങ്ങളൊക്കെ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപമൊക്കെ അനുവദിച്ചു കൊടുത്തു, ഇറക്കുമതി ചുങ്കവും നികുതിയും കൂട്ടി. ഇത് ശരിയാണോ? ഇത് ഉദാരവൽക്കരണത്തിൻ്റെ ഫലമാണോ? അല്ലല്ലോ, ഇതതിൻ്റെ നെഗറ്റീവ് വശമല്ലേ നികുതി കൂട്ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായ മാറ്റത്തിൽ പെടുന്നവ എന്ന് ചോദിച്ചാൽ 1, 2, 3 മാത്രമാണ് ശരി. അപ്പോൾ അവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി. ഓപ്ഷൻ ബി. 18ാമത്തെ ചോദ്യം വരുന്നത് 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്കിൻ്റെ ലയനം. ഈ ലയനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായി ഒരെണ്ണം മാറി. അതേതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, SBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് PNB ബാങ്കാണ്. PNB മീൻസ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഈ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക്. ഇതിൻ്റെ ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, പുതിയ 1-2 കറണ്ട് അഫയേഴ്സ് വന്നിട്ടുണ്ട്. അതിലൊരു കാര്യം ആലോചിക്കുക. മൂന്നാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയാണ് കാണിക്കുന്നത് ഗൂഗിളിലൊക്കെ. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI, രണ്ടാമത്തെ PNB പഞ്ചാബ് നാഷണൽ ബാങ്ക്, മൂന്നാമത്തേൻ്റെ പേര് ബാങ്ക് ഓഫ് ബറോഡ. ഇതിൽ HDFC, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് ഒക്കെ നിങ്ങൾക്കറിയാം. അത് പബ്ലിക് ബാങ്കുകളല്ല, പ്രൈവറ്റ് ബാങ്കുകളാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പം നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് HDFC ബാങ്കാണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പം നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് HDFC ബാങ്കാണ്. രണ്ടാമത്താണ് ICICI ബാങ്ക്, മൂന്നാമത്തത് ആക്സിസ് ബാങ്കാണ്. ഇത്രയും നാൾ വരെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് ICICI ആയിരുന്നു. ഇപ്പം നിലവിൽ HDFC ആണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ബാങ്കിനെയും കൂടി നോക്കുമ്പോൾ അതിൽ റിസർവ് ബാങ്ക് പെടത്തില്ല, അത് വേറെ കാറ്റഗറിയാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ് മൊത്തം നോക്കുമ്പോഴും. അവിടെ സെക്കൻഡ് വരുന്നത് ഈ HDFC ബാങ്ക് ആണെന്ന് കണക്കുകൾ പറയുന്നു. കാരണം അതിൻ്റെ ആസ്തിയും കാര്യങ്ങളൊക്കെ ഈ കുറച്ച് നാൾക്കുള്ളിൽ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി വരുന്നത്, അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇനി 19ാമത്തെ ചോദ്യം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചോദ്യം UNDP-യുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്നൊക്കെ പറയും. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദ്യം. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131 അതിൻ്റെ ആൻസർ. അപ്പോൾ 2020 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 131. ഇതിലാകെ 189 രാജ്യങ്ങളെ ഇതിൽ പങ്കെടുത്തുള്ളൂ, അല്ലെങ്കിൽ 189 രാജ്യങ്ങളിൽ ഇതിൻ്റെ സർവേ നടത്തിയുള്ളൂ. പല രാജ്യങ്ങളും ഇങ്ങനെയൊരു സർവേ നടത്താൻ പോലും അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഈ 189 രാജ്യങ്ങളിൽ 131 സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. കുറച്ച് പുറകിലാണ്. ഫസ്റ്റ് വരുന്നത് നോർവേ ആണ്. ഇതിൽ നമുക്കറിയാം, ആ യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ നോർത്തിലോട്ട് വരുമ്പോഴുള്ള ജനസംഖ്യയൊക്കെ വളരെ കുറവുള്ള ആ കുറച്ച് രാജ്യങ്ങളാണ് ഇതേപോലുള്ള സംഭവങ്ങളിൽ എപ്പോഴും ഫസ്റ്റിൽ വരുന്നത്. ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ പോലുള്ള കുറച്ച് രാജ്യങ്ങൾ, മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ കണക്കുകൾ എടുത്താലും ഫസ്റ്റ് ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ. 1ാം സ്ഥാനം നോർവേ ആണ്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം ആലോചിച്ച് വെക്കുക, 131. വേറെ ഒന്നും ചോദിക്കാറില്ല, അവസാന സ്ഥാനങ്ങളിലും ചോദിക്കാറില്ല. അത് പൊതുവെ വരുന്നത് ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പിന്നെ എന്തെങ്കിലുമൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെയാണ് പൊതുവെ വരുന്നത്. പക്ഷെ അവിടെ ഇങ്ങനത്തെ കണക്കുകളൊക്കെ കുറവാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, കണക്കുകൾ എടുക്കാൻ പോലും സമ്മതിക്കാറില്ല. 20ാമത്തെ ചോദ്യം നോക്കാം. കുറച്ച് വലിയ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഒരിക്കൽ കൂടി, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള അവകാശം അതൊരു മൗലികാവകാശമാണ്. അതിൻ്റെ ആശയങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആയതിനെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. 14 മുതൽ 18 വരെയാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വവുമായി ബന്ധപ്പെട്ട മൗലികാവകാശമാണ്.
ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒന്നാമത്തേത് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ മാതൃഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം ഈ ആർട്ടിക്കിളിൽ പെടുന്നതാണെന്ന് ആലോചിക്കുക. ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസ്വര സമത്വം. കണ്ട, ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 29, 30 നോട്ട് ചെയ്യുക. സാംസ്കാരികവും വിദ്യാഭ്യാസവും പരമായ അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 29, 30 അവിടെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. മാതൃഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് 29, 30 പറയുന്നത്. 30 കറക്റ്റായിട്ടും പറയുന്നത്. 14 മുതൽ 18 വരെയും പറയുന്നതിലെ കാര്യങ്ങളാണ് ബാക്കി ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ് ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെടാത്ത ഒന്ന് മാത്രം ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് മാത്രമാണ് പെടാത്ത. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ AIMS അതിൻ്റെ പൂർണ്ണരൂപം എന്താണെന്നാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ല, അത് വേറെയാണ്. അത് നമുക്കറിയാം, ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണെന്ന്. ഇത് കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച ഈ പദ്ധതിയുടെ പേര് ഇത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ബാക്കിയുള്ള ഓപ്ഷൻ കൂടെ വായിച്ചു നോക്കരുത്. വായിച്ചു നോക്കണമെങ്കിൽ ഒരുപക്ഷെ മനസ്സിൽ വരും. അപ്പോൾ അഗ്രികൾച്ചർ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, അഗ്രികൾച്ചർ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, അഗ്രികൾച്ചർ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം AIMS. ഓക്കെ, 22 കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മുടെ കേരള ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ശരിയായത് അതിൻ്റെ ചോദ്യം എപ്പോഴും നമ്മൾ ശരിയായിട്ടൊന്ന് വായിക്കണം. ശരിയാണോ തെറ്റാണോ പറഞ്ഞിരിക്കുന്നതെന്ന്. ഇവിടെ ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായത് 1993 ഡിസംബർ 3 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു എന്നാണ് ഒരു പറയുന്നത്. ആലോചിച്ച് നോക്ക്, ശരിയാണോ അത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാന ചുമതല. പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. ഇത് വായിച്ചപ്പോൾ തന്നെ ഏകദേശം എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാകും അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ്റെ പരിപാടിയൊന്നുമല്ലല്ലോ ഈ അതിർത്തിയൊക്കെ നിർണ്ണയിച്ച് കൊടുക്കുന്നത്. അതൊക്കെ വേറെ ആൾക്കാരല്ലേ? അപ്പോൾ ഒന്ന് ശരിയാണ്. 93 ഡിസംബർ 3 നിലവിൽ വന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ പഠിച്ചു പോവുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഉത്തരം മാത്രം കണ്ടുപിടിക്കുകയല്ല. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ഒരുപക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യമായിട്ടും വരുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 93 ഡിസംബർ 3 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്? 243K പ്രകാരമാണ്. അത് പഠിച്ചു വെക്കുക. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നാണ് പ്രധാന ചുമതല ഇലക്ഷൻ കമ്മീഷൻ. അതും ശരിയാണ്. ഇത് 3 ശരി. അപ്പോൾ 1, 2, 3 അത് നോക്കിയാൽ പോരെ? 1, 2, 3 വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കാം. ഒറ്റ ഓപ്ഷനുള്ളൂ, 1, 2, 3. ഓക്കെ, 4 തെറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിർത്തി നിർണ്ണയിച്ചു കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ പരിപാടിയല്ല. 23 നമുക്ക് എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ. കേരള ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. തെറ്റായ പ്രസ്താവന കണ്ട, തെറ്റായ പ്രസ്താവന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന നമുക്ക് നോക്കാം. 1, 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു എന്ന് പറയുന്നു. 2, സുരക്ഷാ ഇനം എന്നാണ് ആപ്തവാക്യം, സുരക്ഷാ ഇനം. 3, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം TV-യിൽ ന്യൂസൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ കിട്ടിക്കാണും. 2 കിട്ടിക്കാണില്ല. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണോ അല്ലേ എന്ന് കിട്ടിക്കാണും. കാരണം ന്യൂസിലൊക്കെ ഇടക്കിടക്ക് ഇത് പറയാറുണ്ട്. 3-മത്തെയാണത്. 4-മത് 2008 മെയ് 4 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ നിയമം 2005. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്നത് 2005. അത് നോട്ട് ചെയ്യുക. ഈ നമ്മുടെ കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ കേരള
ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. ഇത് തോന്നുന്നു എല്ലാ സംസ്ഥാനത്തും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അത് നമ്മൾ പഠിക്കുന്നില്ല. കേരളത്തിലെ പഠിച്ചു നോക്കുക. ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. ഇനിയൊരു കാര്യം കൂടെ പഠിച്ചു നോക്കുക. നമ്മുടെ ഓരോ ജില്ലകളിലും ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. ഓരോ ജില്ലകളിൽ, കാരണം ഇത് മൊത്തത്തിലാണല്ലോ. ഓരോ ജില്ലകളിലെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടറാണ്. അത് നോട്ട് ചെയ്യുക. അവിടെ പല ഓപ്ഷൻ വരും കേട്ടോ. ജില്ലാ മന്ത്രി, ജില്ലാ മജിസ്ട്രേറ്റ്, ഹൈക്കോടതി ജഡ്ജി, ജില്ലാ ജഡ്ജി, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ. കാരണം ഓപ്ഷന് പഞ്ഞില്ലല്ലോ. ആലോചിച്ച് നോക്കുക. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടർ. സ്റ്റേറ്റിൻ്റെ, നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ വരുന്നത് മുഖ്യമന്ത്രി, അതിൻ്റെ വൈസ് ചെയർമാൻ വരുന്നത് റവന്യൂ മന്ത്രി. ഇനി ഇവിടുത്തെ തെറ്റായ കാര്യം, ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അനുസരിച്ച് നമ്മുടെ കേരളത്തിലൊരു കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 2007 നിലവിൽ വന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് 2008 അത് തെറ്റാണ്. അപ്പോൾ 4ാമത്തെ തെറ്റി. ചോദ്യത്തിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്. അപ്പോൾ 4 മാത്രമാണ് തെറ്റി. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? പക്കയല്ലേ? 1-2 ക്വസ്റ്റ്യൻസും അവിടെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. 24 കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്ദഹാസം കറണ്ട് അഫെയർ ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും കണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണത്. റെയർ ആയിട്ടുള്ള ചോദ്യമൊന്നുമല്ല, സാധാരണ ക്വസ്റ്റ്യൻ. മന്ദഹാസം ഓപ്ഷൻ, ഞാനിപ്പോൾ എല്ലാത്തിൻ്റെ ഓപ്ഷൻ വായിക്കുന്നില്ല, അത് സമയവും പോവും. പിന്നെ അതൊക്കെ പൊതുവേ മനസ്സിലോട്ട് കയറുകയും ചെയ്യും. 1-2 പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാരുണ്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി വിശദീകരിച്ച് പറയുമ്പോൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPLകാരായിട്ടുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമമായിട്ട് ദന്തനിര, നമ്മുടെ പല്ലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന സർക്കാരിൻ്റെയും കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെയും ഒരു പദ്ധതിയാണ് ഈ മന്ദഹാസം എന്ന് പറയുന്നത്. ഇത്രേ സംഭവമുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ. അത് വരുന്നത് ഇതാണ്: കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. ബാക്കിയുള്ള ഓപ്ഷൻ വായിക്കണ്ട, അത് വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ മനസ്സിലോട്ട് വന്ന് കിടക്കും. ഓക്കെ. 25ാമത്തെ ചോദ്യം വരുന്നത്, കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണെന്നാണ്. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് തണ്ണീർത്തട സംരക്ഷണമൊക്കെ. അതിൽ ആ നിയമം വന്നിരിക്കുന്നത് 2008 ഓഗസ്റ്റ് 11 അതങ്ങ് പഠിച്ചു നോക്കുക ഇപ്പം തന്നെ. പിന്നീടത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഇനി കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 അപ്പോൾ കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന് 2008 ഓഗസ്റ്റ് 11 ഓക്കെ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി, കറണ്ട് അഫെയർ ആണ്. ആരാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീ VN വാസവനാണോ? MV ഗോവിന്ദൻ മാസ്റ്റർ ആണോ? V ശിവൻകുട്ടിയാണോ? സജി ചെറിയാനാണോ? നമുക്ക് ജസ്റ്റ് ഒരു കോഡിലൂടെ പഠിക്കാം. ആദ്യം തന്നെ ഞാൻ ഓപ്ഷൻ ഡിയിൽ നിന്ന് വരാം. സജി ചെറിയാൻ എന്ത് വാക്ക് കിട്ടും നമുക്ക്? സജി, ഒരു സഞ്ചി കിട്ടുമല്ലേ. സഞ്ചി നമ്മൾ പൊതുവേ കൊണ്ടുപോകുന്നത് എപ്പോഴും മീൻ പിടിക്കാനൊക്കെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ മീൻ വാങ്ങിക്കാൻ പോകുമ്പോഴാണ്. അതായത് ഫിഷറീസ്, ഇത്രയും സംഭവമുള്ളൂ. തുറമുഖത്തൊക്കെ നമ്മൾ പോകുമ്പോൾ സഞ്ചി കൊണ്ടുപോകും. അപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് ആര്? ഈ സജി ചെറിയാൻ. തുറമുഖ വകുപ്പ് മന്ത്രിയും ആര് തന്നെയാണ്? സജി ചെറിയാൻ തന്നെയാണ്. ഇനി മീനും വാങ്ങിച്ച് നേരെ സിനിമക്ക് പോയി നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി, പ്രശ്നം അവിടെ കഴിഞ്ഞു. മീനും വാങ്ങിച്ച്, സഞ്ചിയും കൊണ്ട് മീനും വാങ്ങിച്ച് നേരെ സിനിമക്ക് പോയി. ചലച്ചിത്ര അക്കാദമിയുടെ കാര്യത്തിൽ നോക്കുന്നു ഈ സജി ചെറിയാൻ തന്നെയാണ്. ഇത്രയും പരിപാടി ഉള്ളൂ. ഇനി ഈ സാധനം ഈ അടുത്ത കാലത്തൊന്നും മറന്നു പോകത്തില്ല. ഇതൊരു 5 വർഷത്തേക്ക് ഓർമ്മ വേണ്ടതാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ സജി ചെറിയാൻ എന്തിൻ്റെയൊക്കെ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? സഞ്ചിയായിട്ട് നമ്മൾ പോകുന്നത് മീൻ വാങ്ങിക്കാനാണ്. ഫിഷറീസ് കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ്. തുറമുഖ കൈകാര്യം ചെയ്യുന്നതും സജി ചെറിയാനാണ്. തുറമുഖത്ത് മീൻ തന്നെയാണല്ലോ കിട്ടുന്നത്. ഈ മീനൊക്കെ വാങ്ങിച്ച് നേരെ ഇന്ന് സിനിമക്ക് പോകും. ചലച്ചിത്ര അക്കാദമി സജി ചെറിയാനാണ്. നമ്മുടെ ചോദ്യമൊന്നുമല്ല തൊഴിൽ വകുപ്പ് ആരാണെന്ന് നമുക്ക് അങ്ങോട്ട് വരാം. അതിനു മുമ്പ് ഈ ശിവൻകുട്ടി ആരാണെന്ന് നോക്കാം നമുക്ക്. ആരാണ് ശിവൻകുട്ടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. സ്ഥിരം ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു മുഖമാണ് ശിവൻകുട്ടി തന്നെയാണ് തൊഴിലും വിദ്യാഭ്യാസം തൊഴിലിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ
വിദ്യാഭ്യാസം, തൊഴിൽ, സാക്ഷരത ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടിയാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, സാക്ഷരത എല്ലാം കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടിയാണ്. അത് മനസ്സിലായി. നമുക്ക് ബാക്കി ഒന്ന് നോട്ട് ചെയ്യാം എന്തൊക്കെയാണെന്ന്. ബാക്കി ഇവിടെ വരുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഇപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ നമ്മുടെ അല്ലെങ്കിൽ വാറ്റ് ചാരായം, മറ്റേ എന്താ പറയുക, ഇല്ലീഗലായിട്ടുള്ള മദ്യം, ഇതൊക്കെ എക്സൈസ് പിടിക്കുമ്പോഴല്ലേ ഗോവിന്ദ എന്നും പറഞ്ഞ് ഓടുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? എക്സൈസ് മലമുകളിലൊക്കെ റൈഡിനൊക്കെ പോകുമ്പോൾ ബിജുക്കുട്ടൻ്റെയൊക്കെ പല ക്യാരക്ടറും ഉണ്ടല്ലോ, ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നത്. ഗോവിന്ദ എന്നും പറഞ്ഞാണ് ഓടുന്നതെന്ന് ആലോചിച്ചാൽ മതി എക്സൈസ് പിടിക്കുമ്പോൾ. സോ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ് ഈ ഗോവിന്ദൻ. എക്സൈസ് പിടിക്കുമ്പോൾ ഓട്ടമായിരിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പും കൈകാര്യം ചെയ്യുന്ന ഗോവിന്ദൻ തന്നെയാണ് കേട്ടോ. അതൊന്നും ആലോചിച്ച് വെച്ചേക്ക്. അപ്പോൾ എക്സൈസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എം വി ഗോവിന്ദനാണ്. അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എം വി ഗോവിന്ദനാണ്. ഓട്ടക്കാരനാണെന്ന് ആലോചിക്കുക. ഓട്ടം, എക്സൈസ് പിടിക്കുമ്പോൾ ഓട്ടമാണ്. വി എൻ വാസവൻ വളരെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. വാസവൻ കുറച്ച് വയസ്സായ ആളാണെന്ന് ആലോചിക്കുക. ശരിക്കും ഇദ്ദേഹം വയസ്സായ ആളൊന്നുമല്ല, അധികം പ്രായമില്ല. നമ്മൾ കുറച്ച് വയസ്സായ ആളാണെന്ന് പഠിക്കുകയാണ്. വയസ്സായി കഴിഞ്ഞാൽ പൊതുവെ എപ്പോഴും ഒരു സഹകരണമൊക്കെ നല്ലതായിരിക്കുള്ളൂ അല്ലേ? കാരണം ഒരു സഹകരിച്ചൊക്കെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് വയസ്സായി കഴിഞ്ഞാൽ. കാരണം ബാക്കിയുള്ള ആൾക്കാരുടെ സഹായമൊക്കെ വേണ്ടേ? അപ്പോൾ സഹകരണം വയസ്സായ ആളാണ് ചെയ്യുന്നത്. ഇനി ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ സിനിമകളിലും സീരിയലുകളിലും, അല്ലാതെ എന്തിന് സിനിമയും സീരിയലും പറയുന്നുണ്ട്, നാട്ടിൽ തന്നെ ആലോചിച്ചാൽ മതി. അച്ഛനും അമ്മയൊക്കെ വയസ്സായി കഴിയുമ്പോഴല്ലേ ചില മക്കൾ സ്വത്തിന് വേണ്ടി അവരുടെ ഒപ്പൊക്കെ ഇട്ട് അവരുടെ വീടും പറമ്പൊക്കെ തട്ടിയെടുത്ത് അവരെ പുറത്താക്കുന്നത്. അപ്പോൾ ഒപ്പും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് ഉദ്ദേശിക്കുമ്പോൾ രജിസ്ട്രേഷൻ നടത്തുവാണല്ലോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ രജിസ്ട്രേഷൻ, സഹകരണം ചെയ്യുന്നത് വാസവനാണ്. നമ്മളിത് മാത്രം ഒരു കോഡിലൂടെയാണ് കേട്ടോ പഠിച്ചത്. 4 പഠിച്ചു. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന അടുത്ത പരീക്ഷകളിലും ഇതിൽ നിന്ന് ബാക്കിയുള്ള ചോദ്യങ്ങളായിട്ട് വരാം. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. അവസാനത്തിൽ തന്നെ പറയാം. സജി ചെറിയാൻ ഏതൊക്കെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു? അപ്പോൾ സഞ്ചിയായിട്ട് പോകുന്നത് മീൻ മേടിക്കാനാണ്. ഫിഷറീസ് കിട്ടി. പിന്നെ തുറമുഖം പറയാം. പിന്നെ മീനും വാങ്ങിച്ച് നേരെ അങ്ങോട്ട് പോകും. കിട്ടുന്നില്ലേ? സിനിമക്ക് പോവും. ഇത്രയും സംഭവമുള്ളൂ. ചലച്ചിത്ര അക്കാദമി. ഇനി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഗോവിന്ദോ എന്നും പറഞ്ഞുകൊണ്ട് ഓടും. എപ്പോൾ? എക്സൈസ് പിടിക്കുമ്പോൾ, ഈ വാറ്റൊക്കെ നടത്തി എക്സൈസ് പിടിക്കുമ്പോൾ. അത് കൂടാതെ പറഞ്ഞുകൊണ്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതായത് തദ്ദേശ സ്വയംഭരണം ഗോവിന്ദനാണ്. ഓക്കെ. ഇനി വാസവൻ. അപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ എന്താണ്? ഒരു സഹകരണവും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ സഹകരണ വകുപ്പ് മന്ത്രിയാണ് ഈ വാസവൻ. പിന്നെ വയസ്സായി കഴിയുമ്പോഴാണ് ഈ പിള്ളേരൊക്കെ പോയിട്ട്, പിള്ളേരല്ല മനസ്സിലായല്ലോ, അവർ പോയിട്ട് അച്ഛനും അമ്മയുടെയും സ്വത്തൊക്കെ തട്ടിയെടുക്കുന്നത്. അച്ഛനും അമ്മക്കും വയസ്സാകുമ്പോൾ. അപ്പോൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നതല്ല. സോ രജിസ്ട്രേഷനും വാസവനാണ്. ശിവൻകുട്ടി നമ്മൾക്ക് സ്ഥിരം കാണുന്ന ആളായതുകൊണ്ട് അറിയാം. ശിവനെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ പഠിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം വകുപ്പ് മന്ത്രിയാണ്. തൊഴിലും ശിവൻകുട്ടിയാണ്. തൊഴിൽ. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണെന്നാണ്. അത് ശിവൻകുട്ടിയാണ്. ഓക്കെ, വി ശിവൻകുട്ടി. 27ാമത്തിലോട്ട് പോകാം. 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്ര പേര്? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എപ്പോഴും PSC ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് PSC മാത്രമല്ല, ഇതല്ലാത്ത പരീക്ഷകളിലും നമ്മുടെ TV പ്രോഗ്രാംസിലൊക്കെ ഇത് കാണാറുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് വനിത, ഇങ്ങനത്തെ MLA മാരുടെ എണ്ണം, മന്ത്രിമാരുടെ എണ്ണമൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കറിയാം നമ്മുടെ കേരള നിയമസഭയിലെ, ഇപ്പോൾ ഞാൻ ഈ സ്ക്രീൻഷോട്ടായിട്ട് കുറച്ച് കാര്യങ്ങളിലൂടെ കാണിച്ചേക്കാം. ഇതാണ് മൊത്തം എണ്ണം. ഇതാണ് മൊത്തം വനിതകൾ, അവരുടെ പേരുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അവസാനത്തായി. ഇപ്പോൾ 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാരുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ 11 പേരാണ്. 11 പേര് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയൊക്കെ അതിൻ്റെ അകത്തുണ്ട് പേരിൽ. വീഴുമ്പോഴാണ് ആരോഗ്യമൊക്കെ പോകുന്നത്. 28 നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട മൗലിക കർത്തവ്യങ്ങളിൽ ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന, മൗലിക കർത്തവ്യങ്ങൾ, കടമകൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഇങ്ങനെയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർത്തെന്ന് പറയുന്നു. 1977 ജനുവരി 3 മുതൽ പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുന്നു. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു പറയുന്നത്. ഭാഗം 4A ആണെന്ന് പറയുന്നു. ഭാഗം, ആർട്ടിക്കിൾ അല്ല, ഭാഗം 4A ആണെന്ന് പറയുന്നു. അടുത്ത, നിലവിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നു. ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. മൗലിക അവകാശങ്ങളും മൗലിക കടമകളും ഒക്കെ നമ്മൾ പഠിക്കണം. നമുക്കറിയാം ഇപ്പോൾ നിലവിൽ 11 മൗലിക കടമകൾ, കർത്തവ്യങ്ങളാണ് ഉള്ളത്. നിലവിൽ 11 എണ്ണമുണ്ട്. സോ ഇത് തെറ്റാണ്. ഈ ഒരു പ്രസ്താവന തെറ്റാണ്. 10 അല്ല, 11 ഉണ്ട്.
ഇനി ഭരണഘടനയുടെ 4A ഭാഗത്താണെന്നുള്ളത് ശരിയാണ്. ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ മൗലിക കടമ പറയുന്ന ഭാഗം 4A ആണ്. ഇനി ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 51A ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ആർട്ടിക്കിൾ 51A ആണ്, ഭാഗമാണ് 4A. ഈ മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അതും ആലോചിക്കുക. IG ഇന്ദിരാഗാന്ധിയാണ് അത് ഉൾപ്പെടുത്തിയത്. അത് ഉൾപ്പെടുത്തിയ ആ ഭേദഗതി ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണ്. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇതിനെ കൂട്ടിച്ചേർത്തത്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് വഴി അത് കൂട്ടിച്ചേർക്കുകയായിരുന്നു. എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ 11 എണ്ണം ഉണ്ട്. ഇവിടുത്തെ ചോദ്യം ശരിയായത് കണ്ടുപിടിക്കാനാണ്. ശരിയായത് ഓക്കെ മനസ്സിലായി. 1, 2, 3 ശരി, 4 തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ 1, 2 ഇതല്ല, 1, 2, 3 1, 2, 3 ശരി. ഓപ്ഷൻ സി ആണ് ശരി. ഓക്കെ അല്ലേ. അടുത്തത് 29. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. 58 ആണോ, 57 ആണോ, 56 ആണോ, 55 ആണോ? അവിടെ 1-2 കാര്യം ഞാൻ പറയാം. നമ്മുടെ ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 52 ആണ്. ഇതിനകത്ത് അതില്ല. ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 52. ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ്. ഇനി ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു പ്രക്രിയ, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 58 ആണ്. അതായത് ഓപ്ഷൻ എ. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് കുറച്ച് യോഗ്യതകളും കാര്യങ്ങളൊക്കെ വേണം. വെറുതെ എല്ലാവർക്കും പറ്റില്ല. ഒന്നാമത്തെ യോഗ്യത അതൊരു ഇന്ത്യൻ ആയിരിക്കണം എന്നുള്ളതാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തെ യോഗ്യത 35 വയസ്സ് പൂർത്തിയായിരിക്കണം, 35 വയസ്സ് കഴിഞ്ഞിരിക്കണം. മൂന്നാമത്തെ യോഗ്യത ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. നോട്ട് ചെയ്യുക ലോകസഭ, രാജ്യസഭയല്ല, ലോകസഭയിലേക്ക്, സ്പെല്ലിംഗ് തെറ്റിപ്പോയി, മനസ്സിലാവുമല്ലോ. ലോകസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം രാഷ്ട്രപതിക്ക്. നമ്മുടെ ഉപരാഷ്ട്രപതിക്ക് ആണെങ്കിൽ രാജ്യസഭയിലേക്ക്. ഇനി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മുടെ ടാക്സ് കൊടുക്കുന്ന പദവികൾ വഹിക്കുന്ന ഒരു വ്യക്തി ആവരുത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള യോഗ്യതകൾ, ഈ ഒരു ചോദ്യം ഇതിന് മുന്നേ PSC ബുള്ളറ്റിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു ചോദ്യം പല മോഡലിലുമായിട്ട്, ആർട്ടിക്കിളായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ ടാക്സ് കൊടുക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്ന ആവരുത്. ഉപരാഷ്ട്രപതി ആണെങ്കിൽ ഇതൊക്കെ സെയിം തന്നെയാണ്, ഒറ്റ വ്യത്യാസമുള്ളൂ, ലോകസഭയ്ക്ക് പകരം രാജ്യസഭ. ഓക്കെ, അപ്പോൾ ഉത്തരം വരുന്നത് എ ആണെന്ന് മനസ്സിലായി. 30ാമത്തെ ചോദ്യം. ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്നാണ് ചോദ്യം. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത് 2 ഇപ്പോൾ 1 ഇപ്പോൾ ഈ ഒരു യൂണിയൻ ടെറിട്ടറിയുടെ പേര് തന്നെ ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു എന്നാണ്, ഒറ്റ പേരാക്കി ഇതിൻ്റെ ഉത്തരം വരുന്നത് പ്രഫുൽ പട്ടേലാണ്. നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ. ലക്ഷദ്വീപിലെ പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നം കംപ്ലീറ്റ് വിവരിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ അതിന് താഴെ കമൻറ്റൊക്കെ ചെയ്തിരുന്നു, എന്തിനാണ് PSC ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവർക്കും വേണ്ടത് PSC പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ടും കൂടിയിട്ടാണ്. അത് ഈ പ്രഫുൽ പട്ടേൽ കുറച്ച് ഫേമസ് ആയി ഇതിൻ്റെ ഇടയ്ക്ക്. കാരണം ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഇദ്ദേഹം. അതിൻ്റെ പദവി ഉണ്ടായിരുന്നിട്ടും ഇദ്ദേഹത്തിന് എക്സ്ട്രാ പദവി എടുത്ത് കൊടുക്കുകയായിരുന്നു നമ്മുടെ ലക്ഷദ്വീപിലെ പദവി. അവിടെയാണ് കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നത്. ഒരുപക്ഷെ അങ്ങനെ വന്ന ചോദ്യവും ആയിരിക്കാം ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ, ലോകത്തെല്ലായിടത്തും വേണമെന്നില്ല, നമ്മുടെ നാട്ടിലെങ്കിലും, അതായത് ഇന്ത്യയിലെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് ന്യൂസ് പേപ്പർ വായിച്ചാലും മനസ്സിലാവും. അതിനുവേണ്ടി ആരുടെയും വീഡിയോസ് ഒന്നും കാണണ്ട. ഇപ്പോൾ എന്താണ് കർഷക സമരം, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, എവിടെയൊക്കെയാണ് നടക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ, ലക്ഷദ്വീപ് പ്രശ്നം എന്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പോൾ പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ 30ൻ്റെ ഉത്തരം വരുന്നത് പ്രഫുൽ പട്ടേൽ.
നമ്മളത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ലക്ഷദ്വീപിൻ്റെ ഭാഗത്തൊക്കെ. ഓക്കെ, 31ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. തെറ്റായത് നോട്ട് ചെയ്യുക, തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന ഒരു സമിതിയാണെന്നാണ് പറയുന്നത്. ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വെച്ചാൽ 3 പേർ മാത്രം അടങ്ങുന്ന ഒരു സമിതിയാണ് ഇപ്പോൾ. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നത്. നമുക്കറിയാം, പ്രധാനപ്പെട്ട വലിയ പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിക്കുന്നത് എപ്പോഴും രാഷ്ട്രപതിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നതും രാഷ്ട്രപതി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്ന് കൂടി പറയുന്നു. അത് ആലോചിച്ച് നോക്കി, ശരിയാണോ? ഓൾറെഡി ഒന്നാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന സമിതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും പറയുന്നു തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്ന്. ഇല്ല, തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് അങ്ങനെ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദമൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ പ്രധാന ആളെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷണറും മറ്റു 2 അംഗങ്ങളുമാണ്. അത് ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് മറ്റു പല ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പോലീസ്, പിന്നെ മറ്റുള്ള ഇന്ത്യയിലെ തന്നെ വരുന്ന സേനകൾ, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് തെറ്റായ ഒരു പ്രസ്താവനയാണ് കേട്ടോ ഈ 3ാമത്തെ പ്രസ്താവന. ഇനി അടുത്ത് നോക്കാം നമുക്ക്. 4, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് ശരിയാണല്ലോ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 1, 2, 4 ശരി. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്. തെറ്റായ പ്രസ്താവന 3 മാത്രം തെറ്റായ പ്രസ്താവനയാണ്. സോ 3 മാത്രം തെറ്റായ പ്രസ്താവന. ഓക്കെ, ഇത് ഞാൻ വായിക്കുന്നില്ല, ഓപ്ഷനെല്ലാം വായിക്കുന്നില്ല. 32 നോക്കാം. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോകസഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദ്യം. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോകസഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42 44 91 101 91 ഭേദഗതിയാണ് അതിൻ്റെ ഉത്തരം. 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. 91ാമത്തെ അമെൻഡ്മെൻറ്റ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ എണ്ണം, ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് ലോകസഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 91 ഭരണഘടനാ ഭേദഗതി. എന്നാൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ, ഓരോ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും അവിടുത്തെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 12-ൽ കുറയാൻ പാടില്ല എന്നും അവിടെ പറയുന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ ആ കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ് 33 നോക്കാം. 33 കുറച്ച് വലിയ ചോദ്യം തന്നെയാണ്. സ്റ്റേറ്റ് യൂണിയൻ കൺകറൻറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. ഇതിലെനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഉത്തരം PSC കൊടുത്തിരിക്കുന്നത് ഇതാണ് ഉത്തരം, ഓപ്ഷൻ ഡി. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങൾ, എണ്ണം നോട്ട് ചെയ്ത് വെച്ചോ, 66 വിഷയങ്ങൾ. യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങൾ, കൺകറൻറ്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങൾ. പക്ഷേ ഇപ്പോൾ കറണ്ട് അഫെയർ ഒന്നും മാറിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ 59 വിഷയങ്ങളേ ഉള്ളൂ, 66 അല്ല. സ്റ്റേറ്റ് ലിസ്റ്റിൽ 59 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളൂ. എത്രയാണ്? 59 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളൂ. ഓക്കെ, അത് മനസ്സിലായി. ഇനി യൂണിയൻ ലിസ്റ്റിൽ 98 വിഷയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. യൂണിയൻ ലിസ്റ്റിൽ 98. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ 52 വിഷയങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇത് ശരിയാണ് കേട്ടോ ഇതിൻ്റെ ഉത്തരം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് യൂണിയൻ കൺകറൻറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്. നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, 66 വിഷയങ്ങൾ സ്റ്റേറ്റിലുണ്ടായിരുന്നു, യൂണിയനിൽ 97 ഉണ്ടായിരുന്നു, കൺകറൻറ്റിൽ 47 ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നേക്കുന്ന വ്യത്യാസം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 അല്ല, ഇപ്പോൾ നിലവിൽ 59 വിഷയങ്ങളാണ് സ്റ്റേറ്റിലുള്ളത്. യൂണിയനിൽ ഇപ്പോൾ 97 അല്ല, 98 ഉള്ളത്. കൺകറൻറ്റിൽ ഇപ്പോൾ വരുന്നത് 47 അല്ല, 52 ഇപ്പോൾ വരുന്നുണ്ട്. ഈ 2 സംഖ്യയും ഒന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത് പുതിയതെന്ന് പറഞ്ഞത് എന്തായാലും പഠിച്ചു വെക്കുക. 34ാമത്തെ ചോദ്യം, ഇത് കുറച്ച് പറയാനുള്ള ചോദ്യമാണ്. കാരണം ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പ്രിലിംസിൻ്റെയൊക്കെ പോലെ 10th പ്രിലിംസിനൊക്കെ ഈ മോഡലായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ വിശദീകരിച്ച് പഠിച്ചു പോയ ആൾക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം. ബി ലിംഫോസൈറ്റ് കേട്ടോ, ബി ലിംഫോസൈറ്റ് തെറ്റായത്. ഓക്കെ,
ഇത്രയും മതി ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യങ്ങൾ. ഓപ്ഷൻ ഇങ്ങനെയാണ്: വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്ടീരിയ നശിപ്പിക്കുന്നു, ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ കുറച്ച് കാര്യം ഒന്ന് പിടിച്ചോ. നമ്മുടെ ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് ഈ മോണോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റാണ്, ഏറ്റവും വലിയ ശ്വേതരക്താണു സൈറ്റ്. ഓക്കെ, ഇനി ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റാണ്. ഏറ്റവും ചെറുതാണ് ഇവിടെ ഓപ്ഷനിലുള്ള സാധനം. ലിംഫോസൈറ്റാണ് ഏറ്റവും ചെറുത്. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റും ഏറ്റവും ചെറുത് ലിംഫോസൈറ്റുമാണ്. ഇനി രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ മോണോസൈറ്റാണ്. ഓക്കെ, ഈ മോണയും കൊണ്ടല്ലേ വിഴുങ്ങുന്നത്. അപ്പോൾ അവിടെ വേറെ സംശയത്തിലോട്ട് പോകണ്ട, ലിംഫോസൈറ്റിലോട്ട് പോകണ്ട, വിഴുങ്ങുന്നത് മോണയും കൊണ്ടാണ്. അപ്പോൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റാണ്. ഏറ്റവും വലിയത് മോണോസൈറ്റും ചെറുത് ലിംഫോസൈറ്റുമാണ്. ഇനി നമുക്കറിയാം ഈ എയ്ഡ്സ് വൈറസൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്നത് ഈ ലിംഫോസൈറ്റിനെ പിടിച്ചിട്ടാണ് ആക്രമിക്കുന്നത്. ഈ ലിംഫോസൈറ്റ് 2 തരത്തിലുണ്ട്. അത് ഞാൻ പറയാം. ലിംഫോസൈറ്റിനെ 2ആക്കിയാണ് തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ബി ലിംഫോസൈറ്റും 2 ടി ലിംഫോസൈറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ലിംഫോസൈറ്റ്. 2 തരത്തിലാണ് ഉള്ളത്. ബി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ ബി ലിംഫോസൈറ്റില്ലേ, അത് രൂപം കൊള്ളുന്നത് ബോണിലാണ് രൂപം കൊള്ളുന്നത്. ബോൺ, നമ്മുടെ എല്ല് അല്ലെങ്കിൽ അസ്ഥിമജ്ജയിലാണ് ബി ലിംഫോസൈറ്റ് രൂപം കൊള്ളുന്നത്. അവിടെ നിന്ന് അത് കിട്ടും. ടി ലിംഫോസൈറ്റ് രൂപം കൊള്ളുന്നത് തൈമസ് ഗ്രന്ഥിയിലാണ്. അതും കിട്ടുമല്ലോ, തൈമസ് ഗ്രന്ഥി. നോക്കിയേ, ബി ലിംഫോസൈറ്റ് രൂപം കൊള്ളുന്നത് ബോണിലാണ്, അസ്ഥിമജ്ജയിലാണ്. ടി ലിംഫോസൈറ്റ് രൂപം കൊള്ളുന്നത് തൈമസ് ഗ്രന്ഥിയിലാണ് രൂപം കൊള്ളുന്നത്, തൈമസിലാണ്. എനിക്ക് പേനയും കൊണ്ട് പക്കറ്റ് എഴുതാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഈ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും മനസ്സിലായി. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കുന്നത് ഈ ടി ലിംഫോസൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കുന്ന ആരാണ്? അത് ടി ലിംഫോസൈറ്റിൻ്റെ പണിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരിക്കൽ കൂടി ഒന്ന് പറയാം. നമ്മുടെ ബി ലിംഫോസൈറ്റിനെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ് ചോദ്യം. തെറ്റായതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ലിംഫോസൈറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയ്ഡ്സൊക്കെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ലിംഫോസൈറ്റിനാണ് ബാധിക്കുന്നത്. ഏറ്റവും ചെറിയ ശ്വേതരക്താണുമാണ് ലിംഫോസൈറ്റ്, വലുതാണ് മോണോസൈറ്റ്. രോഗാണുക്കളെ വിഴുങ്ങുന്നത് മോണയും കൊണ്ടാണ്, മോണോസൈറ്റാണ്. ലിംഫോസൈറ്റിനെ 2ആയിട്ട് തിരിക്കാം, ബിയും ടിയും. ബി മീൻസ് ബി ലിംഫോസൈറ്റ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ബി ലിംഫോസൈറ്റാണ്. അത് രൂപം കൊള്ളുന്നത് ബോണിലാണ്, അസ്ഥിമജ്ജയിലാണ്. ടി രൂപം കൊള്ളുന്നത് തൈമസ് ഗ്രന്ഥിയിലാണ്. ടി ലിംഫോസൈറ്റാണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത്. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നതും ആര് തന്നെയാണ്? അതും ടി ലിംഫോസൈറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പറയാനുള്ളത് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, തെറ്റ്. ഇനി ബാക്ടീരിയ നശിപ്പിക്കുന്നു, ശരിയാണ്. ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു, അത് ബിയുടെ പരിപാടിയാണ്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു, തെറ്റ്. അതൊക്കെ ടീൻ്റെ പരിപാടിയാണ്. ഇവനും ടി. ഓക്കെ, ബാക്കിയൊക്കെ ബി. മനസ്സിലായല്ലോ? അപ്പോൾ തെറ്റ് 1ഉം 4ഉം തെറ്റ്, 1ഉം 4ഉം തെറ്റ്. അതാണ് നമ്മുടെ ഉത്തരം. തെറ്റ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡി ആണ് ഉത്തരം. പക്കല്ലേ? കുറച്ച് വലുതായിരുന്നു. 35ലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങളാണ് ചോദ്യം. നമ്മുടെ സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ. ഓപ്ഷൻ നോക്കാം. കോർണിയ വരൾച്ച തടയാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, തിമിരഭാവത്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്ലോക്കോമ തടയാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നിശാന്തത തടയാനാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ എന്താണെന്ന് നോക്കാം. കാരണം മനുഷ്യന് വന്ന രോഗമാണ്, കണ്ണുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ എടുത്തൊരു ടോപ്പിക്കാണ്, എന്നാലും കുറച്ച് കാര്യങ്ങളൊന്ന് വേഗം പറയാം. ഈ ഗ്ലോക്കോമ ഒരു രോഗമാണ്. ഈ ഗ്ലോക്കോമ എങ്ങനെ ഉണ്ടാകുന്ന രോഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേത്രഗോളത്തിൻ്റെ മർദ്ദം, ആ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോക്കോമിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. നേത്രഗോളത്തിൻ്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമോ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് ഈ ഗ്ലോക്കോമോ. നോട്ട് ചെയ്യുക, നിശബ്ദനായ കാഴ്ച ശക്തി അപഹാരി എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഈ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടിട്ടല്ല ഗ്ലോക്കോമ ഉണ്ടാവുന്നത്.
ഗ്ലോക്കോമ ഉണ്ടാകുന്നതിന് കാരണം നേത്രഗോളത്തിൻ്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. അതിൽ വൈറ്റമിൻ എയുടെ കുറവല്ല ഉണ്ടാവാൻ കാരണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മായി ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാനത് സാധിക്കും. ഇനി നമ്മുടെ തിമിരം എന്താണെന്ന് നമുക്ക് നോക്കാം. തിമിരം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, തിമിരം. ഈ തിമിരം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രായം ഉള്ള ആൾക്കാർക്ക് പൊതുവെ വരുന്ന ഒരു രോഗമാണ് തിമിരം. അമ്മൂമ്മമാരും അപ്പൂമ്മമാർക്കൊക്കെ ഉണ്ടാവും ഈ ഒരു രോഗം പല ആൾക്കാരുടെയും. അത് പ്രായം കൂടുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ തിമിരം എന്ന് പറയുന്നത്. ലെൻസിൻ്റെ സുതാര്യത എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. ഇത് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമല്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായി. ഇനിയുള്ളത് ഒരു അസുഖമാണ്, അതായത് ഈ കോർണിയയുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മുടെ കണ്ണിൻ്റെ കോർണിയ, ഓപ്ഷൻ എ കോർണിയ വരൾച്ചയാണ്. നോക്കി, വളർച്ചയല്ല വരൾച്ച, വരളുന്ന പരിപാടി. അതായത് കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥ എന്ന് പറയും. അതിനെയാണ് നമ്മൾ സിറോസ്താൽമി എന്ന് പറയുന്നത്. സിറോസ്താൽമി, സീറോ, കണ്ണുനീര് സീറോ ആണ്. കോർണിയ, നമ്മുടെ കണ്ണിൻ്റെ കോർണിയ വരണ്ടിട്ട് ഈർപ്പം ഇല്ലാതെ ആകുന്ന ഒരവസ്ഥയാണ് ഈ സിറോസ്താൽമിയ. അസുഖത്തിൻ്റെ പേരാണ് സിറോസ്താൽമിയ. അങ്ങനെ ഒരു അസുഖം നമ്മൾക്ക് വരാൻ കാരണം വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ സിറോസ്താൽമിയ മാറാനായിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻ അടങ്ങിയ ഫുഡുകൾ അല്ലെങ്കിൽ വൈറ്റമിൻ അടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ സിറോസ്താൽമിയക്ക് വൈറ്റമിൻ എ പ്രധാനപ്പെട്ട സാധനമാണ്. അപ്പോൾ ഓപ്ഷൻ ഒന്നാമത്തേത് ശരിയാണ്. ഒന്നാമത്തെ അപ്പോൾ ഒരിക്കൽ കൂടി ഇത് പറയാം. നമ്മുടെ കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന ആ അവസ്ഥയാണ് സിറോസ്താൽമിയ എന്ന് പറയുന്നത്. കോർണിയ വരണ്ട് ഈർപ്പരഹിതമാവുന്ന കണ്ണിൻ്റെ അവസ്ഥ ഏത്? അതാണ് സിറോസ്താൽമിയ. എന്താണ് അതിന് കാരണം? വൈറ്റമിൻ എയുടെ കുറവാണ്. ഇനി നമ്മുടെ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്തൊരവസ്ഥയുണ്ട്, അതിനാണ് നിശാന്തത എന്ന് പറയുന്നത്. മങ്ങിയ വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഒട്ടും കാണാൻ കഴിയില്ല, അതിനാണ് നിശാന്തത എന്ന് പറയുന്ന കാരണം വൈറ്റമിൻ എയുടെ കുറവാണ്. അപ്പം നിശാന്തത തടയാൻ വൈറ്റമിന് സാധിക്കും. കോർണിയ വരൾച്ച തടയാനും സാധിക്കും. എന്നാൽ തിമിരബാധക്കും ഗ്ലോക്കോമക്കും സാധിക്കില്ല. മനസ്സിലായല്ലോ? ചോദ്യം ഇങ്ങനെയാണ്: സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ. അതായത് ജീവകം എയുടെ ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ജീവകം എ നമുക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെടും എന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1ഉം 4ഉമാണ് അതിൻ്റെ ഉദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയത്. അത്രേ സംഭവമുള്ളൂ. 1ഉം 4ഉം ഓപ്ഷൻ എ ആണ്. അപ്പോൾ ശരി, 1ഉം 4ഉം. ഇനി നമുക്ക് 36ാമത്തെ ചോദ്യം നോക്കാം. 36, പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായത് ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജോൺ റേ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഇംഗ്ലണ്ടുകാരനാണ് എന്ന് ആലോചിച്ച് വെക്കുക. ഇംഗ്ലണ്ടുകാരനാണ് ഈ ജോൺ റേ. ഒരുപാട് നാൾക്ക് മുന്നേ ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. കാരണം 1627 1705 കാലഘട്ടം. അത് 1627 സോറി ഈ പേന ശരിയാവുന്നില്ല. 1600 ഒരിക്കൽ കൂടി അവസരം തരൂ. 1627 1705 ഈ ജോൺ റേയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടുകാരനാണ്. ഈ ജോൺ റേയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജോൺ റേ ആണ് നമ്മുടെ ഒരു പുസ്തകം പുറത്തിറക്കിയത്, ഒരു ബുക്ക്. ആ ബുക്കിൻ്റെ പ്രത്യേകത 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കിയത് ഈ ജോൺ റേ ആണ്. അപ്പോൾ 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കിയത് ജോൺ റേ ആണ്. ഈ ജോൺ റേ ആണ് സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ്. 18,000-ഓളം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കിയതും ജോൺ റേ തന്നെയാണ്. അപ്പോൾ സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എങ്ങനെ തരം തിരിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ആളുടെ പേരാണ് തിയോഫ്രാറ്റസ്. ഓക്കെ അല്ലേ? അപ്പോൾ സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ എന്നിങ്ങനെ തിരിച്ചത് നമ്മുടെ തിയോഫ്രാറ്റസ് ആണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഈ തിയോഫ്രാറ്റസ്. സസ്യങ്ങൾക്കാണ് തീ പിടിക്കുന്നതെന്നൊക്കെ ആലോചിച്ചാൽ മതി. തീയല്ലേ തിയോഫ്രാറ്റസ് എന്ന് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ തിയോഫ്രാറ്റസ് സസ്യങ്ങൾക്കാണ് തീ പിടിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരവായിട്ട് വരുന്നത് നമ്മുടെ തിയോഫ്രാറ്റസ് ആണ്. ഇനി 4ാമത്തെ ഉണ്ടല്ലോ, ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ വേർതിരിച്ചത്. കണ്ടോ? 4ാമത്തെ കണ്ടോ? അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ ജീവികളെ
ചുവന്ന രക്തമുള്ളത് അല്ലാത്തത് എന്ന് വേർതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. നമ്മൾ ജീവിക്കണമെങ്കിൽ അരിയല്ലേ നമ്മൾ തിന്നുന്നത്. അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. സസ്യശാസ്ത്രം, സസ്യങ്ങൾക്ക് തീ പിടിക്കും, തിയോഫ്രാറ്റസ്. ഇനി സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ ഡ്രേ. ജോൺ ഡ്രേ ഒരു ഇംഗ്ലണ്ടുകാരനെന്ന് ആലോചിക്കുക. തിയോഫ്രാറ്റസും അരിസ്റ്റോട്ടിലൊക്കെ നിങ്ങൾക്ക് അറിയാം ഗ്രീസുകാരനാണ്. ജോൺ ഡ്രേക്ക് മുന്നേ ഉള്ള ആൾക്കാരാണ്, അതായത് ക്രിസ്തുവിന് മുന്നേ ഉള്ള ആൾക്കാരാണ് ഈ പറയുന്ന അരിസ്റ്റോട്ടിലും തിയോഫ്രാറ്റസും. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. നമ്മളൊരു 4-5 ചോദ്യം ഇവിടെ പഠിച്ചിട്ടുണ്ട്. പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ ഡ്രേയുടെ സംഭാവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരിയായത് 2ഉം 3ഉമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. 2ഉം 3ഉം ശരിയാണ്. ബി ആണ് ഉത്തരം. കിട്ടുമല്ലോ, വേറെ കുഴപ്പമില്ലല്ലോ, എളുപ്പമല്ലേ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉമാണ് ശരി. 37 ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ഏതാണെന്നാണ് ചോദ്യം. ചിക്കൻ പോക്സ്. ഇത് ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റുമല്ലോ. കാരണം ഞാൻ ഓപ്ഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലോട്ട് നിങ്ങളുടെ അത് വരും. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വാരിസെല്ല വൈറസ് ആണ്. വാരിസെല്ല വൈറസ്. ഇത് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പോക്സ് ഇല്ലേ, ചിക്കൻ പോക്സ്. അപ്പോൾ ചിക്കൻ ബോക്സിലാണെന്ന് വിചാരിക്കുക. പോക്സ് ബോക്സിലാണ്. ചിക്കൻ ബോക്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സെല്ല് ചെയ്യുന്നത്, വിൽക്കുന്നത് അല്ലേ? വിൽക്കുന്ന സാധനമല്ലേ ബോക്സ്? എളുപ്പമല്ലേ? ബോക്സ് അല്ലേ വിൽക്കുന്നത്? ബോക്സ് മീൻസ് ചിക്കനുള്ള ബോക്സാണ് വിൽക്കുന്നത്. അപ്പോൾ വാരിസെല്ല എന്താ? സെല്ല് ചെയ്യുന്നു. വാരിസെല്ല, വാരിസെല്ല സെല്ല് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. വാരിസെല്ല വൈറസ്. താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽ പെടുന്ന അസുഖം ഏതാണെന്നാണ് ചോദ്യം. സൂണോട്ടിക്. കൊള്ളാമല്ലേ അത്? സൂണോട്ടിക്. ഇത് വളരെ എളുപ്പമാണ്. എന്താണ് സൂണോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂ എന്താണ് സംഭവം? സൂ നിങ്ങൾക്ക് കിട്ടുമല്ലോ. സൂ എന്താണ്? മൃഗശാലയാണ്. അപ്പോൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന അസുഖങ്ങളെയാണ് സൂണോട്ടിക് എന്ന് വിളിക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഉണ്ടാകുന്ന വൈറസ്, ബാക്ടീരിയ, ഫംഗസ് രോഗങ്ങളെയൊക്കെയാണ് നമ്മൾ സൂണോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. അത് ഹാംഫുള്ളായ ഡിസീസ് തന്നെയാണ്. ഓക്കെ, ജന്തുക്കളിൽ നിന്ന്. അപ്പോൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. വില്ലൻ ചുമ സൂണോട്ടിക് ആണോ? പോളിയോ സൂണോട്ടിക് ആണോ? എലിപ്പനി സൂണോട്ടിക് ആണോ? മലമ്പനി സൂണോട്ടിക് ആണോ? ഇതിനകത്ത് ഒരു രോഗം ഒരു ജന്തുവിൽ നിന്ന് മനുഷ്യനുണ്ടാവുന്നതല്ലേ? ഏതാണ് ജന്തു? എലി എന്ന് പറയുന്ന ഒരു ജന്തുവിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്ന രോഗമാണ് എലിപ്പനി. സോ എലിപ്പനി ഈസ് എ സൂണോട്ടിക് ഡിസീസ്. ഇവിടെ എനിക്ക് 1-2 കാര്യം പറയാനുണ്ട്. എല്ലാ പനികളും വൈറസ് രോഗങ്ങളാണ്. എല്ലാ പനികളും പൊതുവെ വൈറസ് രോഗങ്ങളാണ്. പക്ഷേ 2 പനി വൈറസ് അല്ല. ഒന്ന് മലമ്പനി, ഒന്ന് എലിപ്പനി. എലിനെ തല്ലിക്കൊള്ളുന്നത് ബാറ്റും കൊണ്ടാണ്. സോ എലിപ്പനി ബാക്ടീരിയ, മലമ്പനി പ്രോട്ടോസോവ. ആലോചിച്ച് നോക്കുക. പൊറോട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥയൊക്കെ പിന്നെ പറ്റി ആലോചിച്ച് നോക്കിയത് കിട്ടും. കോഡായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം മോശം കോഡായി പോകും. പൊറോട്ട കഴിച്ച് കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കിയത് കിട്ടും. മലമ്പനി. അപ്പോൾ പൊറോട്ടയല്ല കേട്ടോ, പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണം. എലിപ്പനിക്ക് കാരണം ബാക്ടീരിയ, എലിനെ തല്ലിക്കൊള്ളുന്ന ബാറ്റും കൊണ്ടാണ്. എല്ലാ പനികളും വൈറസാണ്. ബട്ട് എലിപ്പനി, മലമ്പനി നോട്ട് വൈറസ്. ഇത്രയുള്ള സംഭവം അത് കിട്ടി. ഇത് ഞാൻ എക്സ്ട്രാ പറഞ്ഞാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ചോദ്യം മനസ്സിലായല്ലോ. സൂണോട്ടിക് ഡിസീസുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. ഓക്കെ, ഇനി 39ാമത്തെ ചോദ്യം. അത് എളുപ്പമുള്ള ചോദ്യമാണ്, വേറെ ഒന്നും അവിടെ പറയാനില്ല. നമ്മുടെ ശരാശരി ബ്ലഡ് പ്രഷറാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മനുഷ്യൻ്റെ. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 120/80 mmHg ആണ് നമ്മുടെ ബ്ലഡിൻ്റെ ഇത് വരുന്നത്, പ്രഷർ വരുന്നത്. അത് കാണാപ്പാടം പഠിച്ചു വെക്കാമെന്നുള്ളൂ. പക്ഷെ ഇത് അച്ഛനെയും അമ്മനെയും കൊണ്ടൊക്കെ അതൊക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ പൊതുവെ അല്ലാത്ത ആൾക്കാർക്കും അറിയാൻ സാധിക്കും. 40 നോക്കാം. ദേശീയ ആരോഗ്യ ദൗത്യം, നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയും. അത് ആരംഭിച്ച എന്നാണെന്നാണ് ചോദ്യം. അവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് നാൾക്ക് മുന്നേ ഇങ്ങനൊരു ദൗത്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിനെയാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് അറിയപ്പെടുന്നത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നറിയപ്പെടുന്നത്. ഈ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ മൻമോഹൻ സിംഗ് 2005 ആരംഭിച്ചു. പിന്നീട് കാലക്രമേണ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും മറ്റുള്ള കുറച്ച് ഹെൽത്തുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങളും ഒക്കെ കൂടിച്ചേർന്ന് വലിയൊരു പദ്ധതിയായി മാറി. ഇന്ത്യ മുഴുവനും എല്ലായിടത്തും ഉള്ളൊരു പദ്ധതി. അതാണ് നാഷണൽ ഹെൽത്ത് മിഷൻ, NHM, നാഷണൽ ഹെൽത്ത് മിഷൻ. ഇത് ആയിട്ട് മാറിയ ആ വർഷമാണ്, അല്ലെങ്കിൽ ഇത് ആരംഭിച്ച വർഷമാണ് 2013. അത്രയും ആ സംഭവമുള്ളൂ. ഈ 2 വർഷം ഒന്ന് ആലോചിച്ച് വെച്ചേക്ക്. 2005 നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആരംഭിക്കുന്നത്. 2005 മൻമോഹൻ സിംഗ്. നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിക്കുന്നത് 2013. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ. 41 നമുക്ക് നോക്കാം. ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ വരുന്നത് സിഗ വൈറസ് ആണോ, ഇബോളയാണോ, നിപ്പയാണോ, കൊറോണ വൈറസ് ആണോ?
എനിക്ക് തോന്നുന്നു പല ആൾക്കാരും തെറ്റിച്ചിട്ടുണ്ടാവും ഈ ഒരു സംഭവം. ആ കറണ്ട് അഫെയർ പഠിക്കാത്ത ആൾക്കാർ. ബ്രേക്ക് ദ ചെയിൻ ഏത് വൈറസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവരും പറയും കൊറോണയാണെന്ന്. കാരണം വഴി മുഴുവനും സ്റ്റിക്കറുള്ള സാധനമാണ് ഈ ബ്രേക്ക് ദ ചെയിൻ. കാരണം അത് കൊറോണ വന്ന സമയത്തായിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ നോട്ട് ചെയ്തു. പിന്നീട് അടുത്ത പദ്ധതി വന്നു, അടുത്ത സംഭവം വന്നു. അതാണ് ബ്രേക്ക് ദ ചെയിൻ മാറിയിട്ട് അടുത്ത ഘട്ടമായപ്പോൾ, രണ്ടാം ഘട്ടമായപ്പോൾ ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്ന ഒരെണ്ണം ആരംഭിച്ചു. ബാക്ക് ടു ബേസിക്സ്. അപ്പോൾ ബ്രേക്ക് ദ ചെയിൻ, ബാക്ക് ടു ബേസിക്സ്, ഇതെല്ലാം കോവിഡ് വൈറസ് അല്ലെങ്കിൽ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കോവിഡിൻ്റെ ആക്റ്റീവ് കേസുകളുടെ എണ്ണമൊക്കെ കേരളത്തിൽ കുത്തനെ കൂടി. നമുക്കറിയാം 40,000 50,000 അടുത്തൊക്കെ കൗണ്ടുകളൊക്കെ ദിവസവും വരാൻ തുടങ്ങി. അപ്പോൾ കുത്തനെ കൂടിയപ്പോൾ ഈ ആക്റ്റീവ് കേസുകൾ കുറക്കാൻ വേണ്ടിയാണ് ക്രഷ് ദ കർവ് ആരംഭിച്ചത്. ആ ഒരു കർവ്, അതായത് ഇപ്പം എങ്ങനെ പറയാൻ പറ്റുമോ, ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന, ഇങ്ങനെ കുത്തനെ പൊങ്ങിയിരിക്കുന്ന ഈ ഒരു കർവിനെ അമർത്തണം. ഇതാണ് ആ കർവെങ്കിൽ ഇതിങ്ങനെ അമർത്തി ക്രഷ് ചെയ്ത് ഇങ്ങനെ പരത്തിയെടുക്കണം. ക്രഷ് ദ കർവ് ഇങ്ങനെ ആലോചിച്ചാൽ കിട്ടുമല്ലോ, ഏകദേശം ഒരു കോഡ് പോലെ. അപ്പോൾ ക്രഷ് ദ കർവ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ പറഞ്ഞേ, കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രഷ് ദ കർവ്. ഓക്കെ, കൊറോണ വൈറസ്. ബ്രേക്ക് ദ ചെയിൻ, ബാക്ക് ടു ബേസിക്സ്, ക്രഷ് ദ കർവ്, എല്ലാം കൊറോണ വൈറസ്. ക്വസ്റ്റ്യൻ നമ്പർ 42 നോക്കാം. 42. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് തന്നിരിക്കുന്നതിൽ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിലോട്ട് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഏതാണ് നിയമം? ബോയിൽസ് നിയമമാണ്. അത് ബോയിൽസ് നിയമമാണ്. അതിൻ്റെ പിക്ചറുകളും കുറച്ച് എക്സാമ്പിളൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ബോയിൽസ് ലോക്ക് എക്സാമ്പിളാണ് നമ്മുടെ സിറിഞ്ചിൻ്റെ പ്രവർത്തനം, സൈക്കിൾ പമ്പിൻ്റെയൊക്കെ പ്രവർത്തനമൊക്കെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു കാര്യം ഇവിടെ വേറെ പറയാനുള്ളത്, നമ്മുടെ ഒന്ന് ബോയിൽ നിയമം, രണ്ട് വരുന്നത് നമ്മുടെ അവോഗാഡ്രോ നിയമം. അപ്പോൾ ബോയിൽ നിയമം, അവോഗാഡ്രോ നിയമം, പിന്നെ വരുന്നത് നമ്മുടെ ചാൾസ് നിയമം. ഇത് മൂന്നും വാതക നിയമങ്ങളാണ്. അപ്പോൾ ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം, ബോയിൽ നിയമം വാതക നിയമങ്ങളാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് പാസ്കൽ നിയമം ഔട്ട് ചെയ്ത് കളയാം. 43ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് ഏത്? ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണെന്ന് പറയുന്നു. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്നു. ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണെന്നും പറയുന്നു. നമ്മുടെ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന മൂലങ്ങളെയാണ് നമ്മൾ ലോഹങ്ങളെന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു പഠനം തന്നെയുണ്ട്. അതാണ് മെറ്റലർജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ തെറ്റായത് എന്നുള്ള ചോദിച്ചിരിക്കുന്നത്. ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി നമുക്കറിയാം, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു എന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ലോഹങ്ങളുടെ അയോണീകരണ ഊർജ്ജം കുറവാണെന്നും പറഞ്ഞു. അത് ശരിയാണ്. ഒന്നാണ് തെറ്റി. അപ്പോൾ ഒന്ന് മാത്രം ആണ് ഉത്തരം. ഒന്ന് മാത്രം. ഓക്കെ, ഒന്ന് മാത്രം. മനസ്സിലായല്ലോ. 44. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ഒരു പ്രസ്താവന പറയുന്നത് ഇങ്ങനെയാണ്: തീവ്രമായ പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് തെറ്റല്ലേ? തീവ്രമായ പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ തെറ്റി. 2. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. ശരിയാണല്ലോ, ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. അത് ശരിയാണ്. അടുത്തത്, അനങ്ങാതെ വെക്കുമ്പോൾ കണികകൾ അടിഞ്ഞുകൂടുന്നു. അത് ശരിയല്ല. ഇനി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയുന്നു. അതും ശരിയല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ യഥാർത്ഥ പ്രസ്താവന. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. യഥാർത്ഥ ലൈനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 45. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 9ാമത്തെ അവസ്ഥ ഇതൊരു കറണ്ട് അഫെയർ രൂപേണ ഉള്ള ചോദ്യം തന്നെയാണിത്. എന്നാലും ഫിസിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ദ്രവ്യം എന്ന് പറയുന്ന ഭാഗത്തും ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ദ്രവ്യത്തിൻ്റെ 1ാമത്തെ അവസ്ഥ നമുക്കറിയാം, ഖരമാണെന്ന് അറിയാം. 1ാമത്തെ അവസ്ഥ ഇപ്പം നിലവിൽ ദ്രവ്യത്തിന് ഏതാണ്ട് 10-12ഓളം അവസ്ഥകളുണ്ട്. ഇനി അങ്ങോട്ട് പോകും തോറും ഇത് 14, 15, 20 ഒക്കെ ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലാക്കേണ്ട കാര്യം, എത്രയും പെട്ടെന്ന് ജോലി മേടിച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ളത് പഠിക്കേണ്ടി വരത്തില്ല. കാരണം നമുക്ക് ജീവിതത്തിൽ വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ 1ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഖരമാണ്, നമുക്കറിയാം. 2 ദ്രാവകമാണ്. 3 വാതകമാണ്. 4 പ്ലാസ്മ. ഏറ്റവും കൂടുതലുള്ള അവസ്ഥ പ്ലാസ്മയാണ് ദ്രവ്യത്തിൻ്റെ. അപ്പോൾ 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ. 5ാമത്തെ അവസ്ഥയുടെ പേരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്.
ആറാമത്തേൻ്റെ പേരാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഫെർമ്. അപ്പോൾ 6 ഫെർമ്. ഏഴാമത്തേൻ്റെ പേരാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, കോർക്ക് 7. എട്ടാമത്തേൻ്റെ പേരാണ് ടൈം ക്രിസ്റ്റൽ. അത് നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് തന്നെ ഓർത്തിരിക്കാൻ ചിലപ്പോൾ സാധിക്കും. 8 ഒരു ടൈം പോലെ ആലോചിക്കുക അല്ലേ, 8 ടൈം പോലെ. ഇപ്പോൾ 8 ടൈം ക്രിസ്റ്റൽ. ഒമ്പതാമത്തേൻ്റെ പേരാണ് എക്സൈറ്റോണിയം എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടില്ല, എക്സറ്റോണിയം. ഒട്ടുമിക്ക PSC സംബന്ധമായ റാങ്ക് ഫയലിലും കിടക്കുന്നത് എക്സറ്റോണിയം എന്ന് തന്നെയാണ്. പക്ഷേ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു വാക്കേ കൊടുത്തിട്ടില്ല. പകരം ഇപ്പം നമ്മൾ പറഞ്ഞ പേരിലില്ലാത്ത മറ്റൊരു വാക്കായിട്ട് ജാൻ ടെല്ലർ മെറ്റലും ഉണ്ട്, റൈഡ് ബർഗും ഉണ്ട് അല്ലേ. ഈ ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പേര് വരാൻ കാരണം ആർതർ ജാൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, എഡ്വേർഡ് ടെല്ലർ നിങ്ങൾക്കറിയാം അല്ലേ, എഡ്വേർഡ് ടെല്ലർ ഹൈഡ്രജൻ ബോംബിൻ്റെയൊക്കെ പിതാവാണ്. ഈ ആർതർ ജാനും എഡ്വേർഡ് ടെല്ലറും ആണ് ഇങ്ങനെ ഒരു അവസ്ഥനെക്കുറിച്ച് പ്രവചിച്ചത്. ഈ ദ്രവ്യത്തിന് ഒമ്പതാമത്തെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെന്ന്. ഈ അവസ്ഥയൊക്കെ നിർമ്മിച്ചെടുത്തത് അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ, നമ്മുടെ ജപ്പാനിൽ. അപ്പോൾ ആർതർ ജാനും എഡ്വേർഡ് ടെല്ലറുമാണ് ദ്രവ്യത്തിൻ്റെ ഒമ്പതാമത്തെ അവസ്ഥയെക്കുറിച്ച് പ്രവചിച്ചത്. അത് പിന്നീട് നിർമ്മിച്ചത് ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ടാണ് അതിന് ജാൻ ടെല്ലർ മെറ്റൽ എന്നും കൂടി വിളിക്കുന്നത്. മറ്റൊരു പേരാണെന്നുള്ളൂ എക്സറ്റോണിയം. ഓക്കെ. അതിനുശേഷമുള്ള ദ്രവ്യത്തിൻ്റെ 10ാമത്തെ അവസ്ഥയാണ് റീഡ് ബർഗ് പോളറോൺസ്. റീഡ് ബർഗ് പോളറോൺസ് എന്നാണ് ഇവിടെ റെഡ് ബർഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം റെഡ് ബർഗ്. നിലവിലിപ്പോൾ 10 അവസ്ഥകളെ കണ്ടുപിടിച്ചിട്ടുള്ളൂ കറക്റ്റായിട്ട്, 10 അവസ്ഥകൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും തോറും പതുക്കെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്ന ഏതായിരിക്കും? ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. അത് ഓപ്ഷനിലില്ലെങ്കിൽ എക്സറ്റോണിയം ഉണ്ടോയെന്ന് നോക്കിയാലും മതി. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥ, അതിൻ്റെ പേരാണ് പ്ലാസ്മ. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള ദ്രവ്യത്തിൻ്റെ ആ ഒരു അവസ്ഥ. 46ാമത്തെ ചോദ്യം, ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തത് എവിടെ എന്നാണ് ചോദ്യം. ഇതൊരു കറണ്ട് അഫെയർ ചോദ്യമാണ്. കാരണം 2021 ജൂൺ 19 വന്നൊരു കറണ്ട് അഫെയർ ചോദ്യമാണ് കേട്ടോ ഇത്. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്ത സ്ഥലമാണ് നമ്മുടെ ബോട്സ്വാന എന്ന് പറയുന്ന സ്ഥലം. ബോട്സ്വാന ആലോചിച്ച് വെക്കുക, ബോട്സ്വാനയാണ് എൻ്റെ ഉത്തരം, ബോട്സ്വാന. ക്ലിയർ അല്ലേ? ഇനി ലോകത്തിലെ ഏറ്റവും വലിയ വജ്രം എടുത്ത് നമുക്കറിയാം, കള്ളിനൻ എന്നാണ് ആ വജ്രത്തിൻ്റെ പേര്. അത് കള്ളിനൻ എന്ന് പറയുന്നൊരു വജ്രഖനിയിൽ തന്നെ എടുത്ത് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തുള്ളൊരു വജ്രഖനിയാണ്. തോമസ് കള്ളിനൻ എന്ന് പറയുന്ന ആ വജ്രഖനിയിൽ അവിടെ അതൊക്കെ കുഴിക്കാനായിട്ട് നേതൃത്വം നൽകിയ അതിൻ്റെ മെയിൻ ആളുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്, തോമസ് കള്ളിനൻ. അങ്ങനെ കള്ളിനൻ എന്ന പേര് അതിന് കിട്ടി. അതിൻ്റെ മറ്റൊരു പേരാണ് ഗ്രേറ്റ് സ്റ്റാർ ഓഫ് ആഫ്രിക്ക എന്നും അതിനെ വിളിച്ചിരുന്നു. 47ാമത്തെ ചോദ്യം വരുന്നത്, ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ എളുപ്പമാണ്, എപ്പോഴും ഇരട്ടിയായിരിക്കും. ഇരട്ടി മീൻസ് 24 സെൻറ്റിമീറ്റർ. 24 ഉത്തരം. സോറി, നമ്മുടെ കളർ ശരിയായില്ല. ഉത്തരം 24 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് കിട്ടിയല്ലോ. 48, ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. ഞാൻ ബാക്കിയുള്ള ഓപ്ഷൻ വായിക്കുന്നില്ല, അതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാറും. ക്വസ്റ്റ്യൻ ഒരു 3 തവണ ഞാൻ വായിക്കും. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒരിക്കൽ കൂടി, ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. പിണ്ഡം മാറുന്നില്ല, പക്ഷേ ഭാരം കുറയുന്നു എന്നതാണ്. പിണ്ഡം മാറുന്നില്ല, ബട്ട് ഭാരം കുറയുന്നു എന്നാണ്. ഇനി അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയുള്ള നല്ല അടിപൊളി ചോദ്യമാണ്. 49ാമത്തെ ചോദ്യം. പ്രസ്താവനയാണ് എസ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ കാരണത്തെയാണ് ഇവർ 6 കൊടുത്തിരിക്കുന്നത് ഷോർട്ടായിട്ട്. മിക്കവാറും റീസൺ എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടക്ക് ഘർഷണം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബെയറിംഗ് ഉപയോഗിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? നമുക്കറിയാമല്ലോ ഈ ഒരു സംഭവം. ബെയറിങ് നമ്മൾ കേട്ടിട്ടുണ്ട്, വാഹനങ്ങളിലൊക്കെ ബെയറിംഗ് എന്നുള്ള സംഭവം. ബെയറിംഗ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. എന്തിനാണ് ബെയറിംഗ് ഉപയോഗിക്കുന്നത്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങൾക്ക് സമ്പർക്കത്തിൽ വരുന്ന ആ ഒരു പ്രതലം,
അവിടെ ഘർഷണം ഉണ്ടാവും. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ബെയറിംഗ് ഉപയോഗിക്കുന്നത്. അത് കറക്റ്റായ കാര്യമാണ്. ഇനി അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ റീസണായിട്ട് ഇവർ പറയുന്നത് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണെന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നമ്മളിങ്ങനെ നിരങ്ങി പോകുമ്പോഴായിരിക്കും ഒരു പിടുത്തം കൂടുതൽ. ഉരുണ്ട് പോകുമ്പോൾ പിടുത്തം ഉണ്ടാവത്തില്ല. അത്രേ സംഭവമുള്ളൂ. വെറുതെ സിമ്പിളായിട്ടങ്ങ് പറയുമ്പോൾ നിരങ്ങി തെന്നിപ്പോകുന്ന സാധനങ്ങളൊക്കെ എപ്പോഴും ഒരു പിടുത്തം ഉണ്ടാവും. പക്ഷേ ഉരുണ്ട് പോകുന്ന സാധനങ്ങൾക്ക് പിടുത്തം ഉണ്ടാവത്തില്ല. അപ്പോൾ ശരിയല്ലേ ആ പറഞ്ഞത്? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണെന്നുള്ളത് ശരിയല്ലേ? പറഞ്ഞു വരുമ്പോൾ ഒന്നാമത്തെ പ്രസ്താവന അതിൻ്റെ ഒരു കാരണമല്ലേ ഈ ഇപ്പോൾ പറഞ്ഞ 6 എന്നുള്ളത്. അപ്പോൾ എസ്സും ആറും ശരിയാണ്. ഓക്കെ, അത് മനസ്സിലായി. എസ്സും ആറും ശരിയാണ്. എസ്സിനുള്ള ശരിയായ വിശദീകരണമാണ് 6. ഓക്കെ, ബാക്കിയൊക്കെ വായിക്കാമെന്നുണ്ടെങ്കിൽ കുഴയും. ഓക്കെ, 50ാമത്തെ ചോദ്യം നോക്കാം. 50ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ദൗത്യം ഏതായിരിക്കും? ആ ദൗത്യം മംഗളയാൻ, ചന്ദ്രയാൻ, ആദിത്യയൻ, ഗഗൻയാൻ. മംഗളയാൻ നമ്മുടെ ചൊവ്വയെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ്. ചന്ദ്രയാൻ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ, ആദിത്യ സൂര്യനെക്കുറിച്ച് പഠിക്കാനായിട്ടാണ്, ഗഗൻയാൻ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യമാണ് ഗഗൻയാൻ. നമ്മൾ കറണ്ട് അഫെയറിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇത് കറണ്ട് അഫെയറിൽ മാത്രമല്ല, ഇടക്കിടക്ക് പല സ്ഥലങ്ങളിൽ നിങ്ങൾ കാണുന്നതാണ്. എല്ലാവർക്കും അറിയാം, തെറ്റിപ്പോകരുത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മനുഷ്യനെ ബഹിരാകാശത്ത് കൊണ്ടുപോകാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ 4ാമത്തെ രാജ്യമായി മാറും ലോകത്ത്. ഓക്കെ അല്ലേ? ഇതുവരെ 3 രാജ്യങ്ങളെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ചിട്ടുള്ളൂ. 1 റഷ്യ, 2 അമേരിക്ക, 3 ചൈന. അപ്പോൾ റഷ്യ, അമേരിക്ക, ചൈന, RAC എന്നീ രാജ്യങ്ങളാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്ന രാജ്യങ്ങൾ. ഇന്ത്യ എത്തിച്ചു കഴിഞ്ഞാൽ RACI എന്നൊരു കോഡാക്കി നമുക്കത് പഠിക്കാൻ സാധിക്കും. ആ ഒരു പദ്ധതിയാണ് ഗഗൻയാൻ. മിക്കവാറും ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ഉണ്ടാവുമായിരിക്കും. അടുത്ത 51, ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണെന്നാണ് ചോദ്യം. EOS 3 എന്നാണ് അതിൻ്റെ പേര്. ഇതൊരു പുതിയ കറണ്ട് അഫെയർ ചോദ്യമാണ്. പുതിയത് മീൻസ് നിസാരം ദിവസമേ ആയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2020 ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫെയർ ചോദ്യമാണത്. 2020 ഓഗസ്റ്റ് നോക്കിക്കണ്ട, 21 ഓഗസ്റ്റ് 2021 ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫെയർ ചോദ്യമാണ് ഇത്. നിസ്സാരം ദിവസമേ ആയിട്ടുള്ളൂ. ഇത് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. GSLV F10. ഇതൊക്കെ കാണാപ്പാടം പഠിക്കാൻ വേറെ നിർവാഹം ഒന്നുമില്ല നമുക്ക്. അപ്പോൾ GSLV F10 ആണ് ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം. ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ നിങ്ങൾ ഗതിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് PK കാളനാണ്. അപ്പോൾ ഗതിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് PK കാളൻ. ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന കുറച്ച് റാങ്ക് ഫയൽ ഞാൻ നോക്കിയിരുന്നു. ആ റാങ്ക് ഫയലുകളിൽ വാദ്യോപകരണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കലാകാരന്മാരും ഇതേപോലുള്ള കോളംസൊക്കെ ഉണ്ട്. മറ്റുള്ള പല കോളംസും ഉണ്ട്, കലാരൂപങ്ങൾ, അതിൻ്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന്. അതിലിങ്ങനെ ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇത് പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമായിരിക്കും. പാഠപുസ്തകം എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് സാധാരണ ആളുകൾ പക്ഷേ ഇതുപോലത്തുള്ള പേരുകൾ പക്ഷേ ഭയങ്കര ഫേമസ് ആയ ആൾക്കാരാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. പല വാദ്യോപകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പേര്, ഇതേപോലുള്ള എന്തെങ്കിലുമൊക്കെ കലകൾ, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പേരൊക്കെ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതിൻ്റെ അനുബന്ധം പഠിച്ചാൽ പോലും ഒരു മാർക്ക് അവിടെ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ 1-2 പരീക്ഷകൾ നിങ്ങളുടെ മുന്നിൽ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മെയിൻസ് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കുന്ന എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത 53ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സിനിമയാണ് G. അരവിന്ദൻ സംവിധാനം ചെയ്യാത്തതെന്നാണ് ചോദ്യം. ഇതിലൊരു കാര്യമുണ്ട്. ഈ എലിപ്പത്തായം എന്ന് പറയുന്ന സിനിമ പല ആൾക്കാരും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് കാണും. എലിപ്പത്തായം അതെങ്ങനെ ഫേമസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയാണ് ഈ എലിപ്പത്തായം. ഈ 1982 നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് എലിപ്പത്തായം. നോട്ട് ചെയ്യുക, 1982 ഏറ്റവും നല്ല സിനിമക്കുള്ള ദേശീയ അവാർഡ്. അതിനൊരു വർഷം മുന്നേ 81 ഏറ്റവും നല്ല സിനിമക്കുള്ള കേരളത്തിൻ്റെ സംസ്ഥാന അവാർഡ്. അപ്പോൾ 1981 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, 1982 ഇന്ത്യൻ അല്ലെങ്കിൽ നാഷണൽ ഫിലിം അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ് നമ്മുടെ എലിപ്പത്തായം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
അത് മനസ്സിലായല്ലോ. അത് സംവിധാനം ചെയ്ത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എലിയില്ലേ, എലിന പിടിക്കാനാണ് നമ്മൾ കെണി പോലെ അടവെക്കുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നോക്കാം. അല്ലെങ്കിൽ എലിയാണ് പത്തായത്തിൽ അടിയിരിക്കുന്നതെന്നൊക്കെ ആലോചിച്ച് വെച്ചാൽ മതി. എലി എപ്പോഴും പത്തായത്തിൽ അടിയിരിക്കുമല്ലോ, അപ്പോൾ അടയാണ് അടൂർ. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന പോലെ ഏത് സിനിമയാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? അപ്പോൾ ഉത്തരായനം, കാഞ്ചന സീത, ഈ തമ്പ് എന്നീ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത് അരവിന്ദനാണ്. പക്ഷേ എലിപ്പത്തായം നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനാണ്. നമ്മുടെ ഉത്തരം എലിപ്പത്തായം. 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ. കറണ്ട് അഫെയർ ചിലപ്പോൾ ഈ ചോദ്യം ഈ അടുത്ത 2021, 20, 19 ഒക്കെ പല ആൾക്കാരും പഠിച്ചിട്ടുണ്ടാവും. PSC അത് മനസ്സിലാക്കി 90ലേക്കൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉത്തരം അറിയാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അറിയാവുന്നവരും ഉണ്ടാവും. ആ ആൾക്കാർക്കാണ് ഈ റാങ്കുകൾ കൂടാനുള്ള കാരണങ്ങളായിട്ട് വരുന്നത്. 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ. എനിക്കൊരു പിടുത്തമില്ല. എൻ്റെ ഉത്തരം വരുന്നത് ലിയാണ്ടർ പേസ് ആണ്. ലിയാണ്ടർ പേസ് ഒരുപാട് ഫേമസ് ആയ ആളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ഈ ചോദ്യം ഇവിടെ ചോദിച്ചു എന്ന് പറഞ്ഞ് പല ആൾക്കാരും ചിലപ്പോൾ 91, 92 അങ്ങോട്ടുള്ള വർഷങ്ങളിലേക്ക് ടെന്നീസ് കളിക്കാർ പഠിക്കും. പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം 24 മണിക്കൂറും പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതൊന്നും പഠിക്കാൻ പോകണ്ട. ബാക്കി ഇതൊക്കെ ഇങ്ങനെ ചോദിക്കും, 1-2 ചോദ്യങ്ങൾ. നമ്മളത് മൈൻഡ് ചെയ്യണ്ട. നമ്മൾ സാധാരണ പോലെ ബാക്കിയുള്ളതങ്ങ് പഠിച്ച് പോവുക. 55ാമത്തെ ചോദ്യം വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഉൾപ്പെടാത്തത് നമുക്ക് നോക്കാം. വിഡ്ഢികളുടെ സ്വർഗം ഉൾപ്പെടുന്നതാണ്. ഭൂമിയുടെ അവകാശികൾ ഭയങ്കര ഫേമസ് ആയതാണ്, ഉൾപ്പെടുന്നതാണ്. ഓർമ്മക്കുറിപ്പ് ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഏകാന്ത പതികൻ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ഏകാന്ത പതികൻ എന്നുള്ളത് ജയചന്ദ്രൻ്റെ ആത്മകഥയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അല്ല എന്ന് നോട്ട് ചെയ്ത് അത് കിട്ടും. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏതൊക്കെയാണ്? ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ്, വിഡ്ഢികളുടെ സ്വർഗം. 56ാമത്തെ ചോദ്യം പഠിച്ചോ. 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമ നടൻ ആരാണെന്നാണ് ചോദ്യം. കുറേ പഴയ കറണ്ട് അഫെയറിലോട്ട് പോയി. പക്ഷേ ഇത് കറണ്ട് അഫെയർ ആണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം കല എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ചധികം മാർക്കായിട്ട്. അതിൽ സിനിമ, കലയുടെ ഭാഗമായുള്ള സിനിമയിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം മമ്മൂട്ടി ആ സമയത്ത് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടിക്കൊപ്പം മേടിച്ച ഒരാൾ കൂടിയാണ്. പിന്നെ KR നാരായണൻ്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനൊരു അവാർഡ് പോലും കിട്ടുന്നത്. അപ്പോൾ 98 മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറയുന്ന ആ ഒരു സിനിമ. മമ്മൂട്ടിക്കൊപ്പം വാങ്ങിച്ച മറ്റൊരാളാണ് അജയ് ദേവഗൺ. ഇവിടെ ഓപ്ഷനിലുണ്ടത് കണ്ട, അജയ് ദേവഗൺ ആണ് ആ വ്യക്തി. മമ്മൂട്ടിക്കൊപ്പം വാങ്ങിച്ച രണ്ടാമത്തെ ആൾ. അതായത് 2 പേർക്കാണ് അന്ന് ദേശീയ അവാർഡ് കിട്ടിയത്. അജയ് ദേവഗണിനും കിട്ടി, നമ്മുടെ മമ്മൂട്ടിക്കും കിട്ടി. നമുക്കിവിടെ 1-2 കാര്യം പഠിക്കാനുണ്ട്. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നാലോ. ദ ലെജൻഡ് ഓഫ് ഭഗത് സിംഗ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. സൂപ്പർ സിനിമയാണ്. കണ്ടിട്ടില്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടക്കല്ല, പഠിച്ച് ബോറടിക്കുന്നതിൻ്റെ ഇടക്കൊന്ന് കാണാൻ ശ്രമിക്കുക. കാരണം അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഭഗത് സിംഗിൻ്റെ ജീവകഥയാണത്, ദ ലെജൻഡ് ഓഫ് ഭഗത് സിംഗ്. അതിലഭിനയിച്ചതും ഈ അജയ് ദേവഗൺ തന്നെയാണ് കേട്ടോ. ഈ അജയ് ദേവഗണിന് 2 തവണ ബെസ്റ്റ് നടനുള്ള ആക്ടറിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2ാമത്തെ തവണ കിട്ടിയത് ഈ ഒരു പടത്തിനാണ്, ദ ലെജൻഡ് ഓഫ് ഭഗത് സിംഗ് എന്ന് പറയുന്ന പടത്തിനാണ് കിട്ടിയത്. ആദ്യം കിട്ടിയത് സാക്കാം എന്ന് പറയുന്നൊരു പടത്തിനാണ്. പ്രൊണൗൺസിയേഷൻ തന്നെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ZAKHM എന്ന് പറയുന്ന പടത്തിനാണ് ആദ്യം കിട്ടിയത്. അതിനാണ് മമ്മൂട്ടിക്കൊപ്പം പങ്ക് ഇട്ടത്. മമ്മൂട്ടിക്ക് കിട്ടിയത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറയുന്ന സിനിമക്കാണ് കിട്ടിയത്. അപ്പോൾ അജയ് ദേവഗണിന് 2 തവണ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മമ്മൂട്ടിക്ക് എത്ര തവണ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 3 തവണയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 3 തവണ. മമ്മൂട്ടിക്ക് 3 തവണ. ഫസ്റ്റ് തവണ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് മതിലുകളിലും ഒരു വടക്കൻ വീരഗാഥ എന്നീ 2 സിനിമകളിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് ആദ്യമായിട്ടൊരു നാഷണൽ അവാർഡ് കിട്ടുന്നത് 1990. 2ാമത്തെ തവണ നാഷണൽ അവാർഡ് കിട്ടുന്നത് വിധേയൻ എന്ന് പറയുന്ന സിനിമ. 2 സിനിമയുണ്ട്, വിധേയനും പൊന്തന്മാട എന്നീ 2 സിനിമകളുടെ അഭിനയത്തിനാണ് 94 നാഷണൽ അവാർഡ് കിട്ടുന്നത്, 1994. ഓക്കെ, 3ാമത്തെ തവണയാണ് ഇപ്പോൾ ഈ നമ്മൾ പഠിച്ച 99 കാര്യം, അംബേദ്കർ സിനിമയിലെ അഭിനയത്തിന്. മനസ്സിലായല്ലോ. മമ്മൂട്ടിക്ക് 3 തവണ നാഷണൽ അവാർഡ്, 5 തവണ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, ഏറ്റവും മികച്ച നടൻ.
ഏറ്റവും കൂടുതൽ തവണ നാഷണൽ അവാർഡ് മികച്ച നടന് കിട്ടിയത് നമ്മുടെ അമിതാഭ് ബച്ചനാണ്. 57ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട്. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഈ 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. ഓൾഡ് അല്ല, സ്വർണത്തിൻ്റെ ഗോൾഡ് കോസ്റ്റ്, ഗോൾഡ് തീരം എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. ഇതെവിടെയാണ്? ഇത് ഓസ്ട്രേലിയയിലുള്ള സ്ഥലമാണ് കേട്ടോ, ഗോൾഡ് കോസ്റ്റ്, ഓസ്ട്രേലിയ. ഓക്കെ, വിജയിച്ചത് ആരാണ്? ഓസ്ട്രേലിയ തന്നെയാണ് വിജയിച്ച. മീൻസ് ഏറ്റവും കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കിയത് ഓസ്ട്രേലിയ. 2ാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ഇംഗ്ലണ്ടാണ്. ആലോചിച്ച് നോക്കുക, 2ാം സ്ഥാനത്ത് വരുന്നത് ഇംഗ്ലണ്ടാണ്, 3ാം സ്ഥാനത്ത് വരുന്നതാണ് ഇന്ത്യ. അപ്പോൾ ഒരിക്കൽ കൂടി 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഗോൾഡ് കോസ്റ്റിലാണ് നടന്നത്. ഓസ്ട്രേലിയ, ഫസ്റ്റ് ഓസ്ട്രേലിയ തന്നെ, സെക്കൻഡ് ഇംഗ്ലണ്ട്, 3 ഇന്ത്യ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനമാണ്. അപ്പോൾ 3 നമുക്ക് എഴുതി കൊടുക്കാമല്ലോ, അത് മനസ്സിലായി. ഇന്ത്യയുടെ സ്ഥാനമാണ് 3. ഓക്കെ, അത് പക്ക, അവിടെ വേറെ സംശയമില്ലല്ലോ. ഇനി 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് ബർമിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലത്താണ്, അത് ഇംഗ്ലണ്ടിലാണ്. 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആരാണ്? 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആരാണെന്നാണ്. നെയ്മറിൻ്റെയൊക്കെ പേര് ഓപ്ഷൻ എ കൊണ്ട് എഴുതിയാറുണ്ട്, കാരണം പൊതുവേ കേട്ടിരിക്കുന്ന നെയ്മർ ആയിരിക്കുമല്ലോ. പക്ഷേ ഉത്തരം മാൽക്കം എന്ന് പറയുന്ന കളിക്കാരനാണ് കേട്ടോ. ഇങ്ങനത്തെ അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ വെറുതെ കറക്കിക്കൂത്തി എഴുതാൻ പാടില്ല. നിങ്ങൾ കേട്ടിരിക്കുന്നത് ചിലപ്പോൾ നെയ്മറിനെ മാത്രമായിരിക്കും എന്ന് വെച്ച് ആ നെയ്മർ എപ്പോഴും ചോദ്യമായിട്ട് വരും എന്ന് ഉദ്ദേശിക്കരുത്. ഉത്തരം മാൽക്കമാണ്. പല ആൾക്കാർക്കൊക്കെ നെഗറ്റീവ് മാർക്ക് വരുന്ന ചോദ്യമാണിത്. പക്ഷേ നല്ല റേഞ്ചിലുള്ള ആൾക്കാർ ഈ ചോദ്യം ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല, അവരിത് എഴുതത്തില്ല. അവിടെയാണ് അവരുടെ കഴിവിരിക്കുന്നത്. ഓക്കെ, 59ാമത്തെ ചോദ്യം. ഇനി നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിനൊരു കാര്യമുണ്ട്, എനിക്ക് കമ്പ്യൂട്ടർ വലിയ പിടുത്തമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കെന്നാണ്? അതിൻ്റെ ഉത്തരം വരുന്നത് ഗേറ്റ് വേ ആണ്. ഇതിൻ്റെ റീസൺസ് ഒന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്ന 2 ഗേറ്റ് വേ ഉള്ളത്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും പിന്നെ ഇന്ത്യ ഗേറ്റുമാണ്. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വേറെ എന്തോ ഗേറ്റ് വേ ആണ്. 60ാമത്തെ ചോദ്യം വരുന്നത് ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന ആ രീതി, അതിനെ പറയുന്ന പേരാണ് ഫിഷിങ്. ഓക്കെ, മീൻ പിടിക്കാൻ പോകുന്ന ഫിഷിംഗ് അല്ല, ഇത് വേറെന്തോ ഫിഷിംഗ് ആണ്. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൊള്ളാം. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണെന്നാണ്. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി, അതിൻ്റെ ഉത്തരം ക്യാഷ് മെമ്മറിയാണ് കേട്ടോ. എനിക്ക് കിട്ടാവുന്നതിൻ്റെയൊക്കെ പിക്ചർ സ്ക്രീനിലും കാണിക്കുന്നുണ്ട് കേട്ടോ. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. 62 കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി. 2020 കറണ്ട് അഫെയർ ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ടെക് ജെൻഷ്യ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഈ കമ്പനിയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അറിയാൻ സാധിച്ചത് ഇതൊരു കേരള ബേസ്ഡ് ടെക്നിക്കൽ കമ്പനി, ഇൻഫോ പാർക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കമ്പനിയാണ്. അത് മലയാളിയുടെ കമ്പനിയാണ്. അതുകൊണ്ടായിരിക്കാം ഇത് കറണ്ട് അഫെയർ ആയിട്ട് ഇങ്ങനെ ചോദിച്ചതും. ഇത് പക്ഷേ IT നിന്നുള്ള ചോദ്യമാണ്, എന്നാലും ഇതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണല്ലോ, കാരണം 20 ചോദ്യമല്ലേ, അപ്പോൾ ഇത് കറണ്ട് അഫെയർ അല്ലേ. 63ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ബാർ ലിനക്സ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ GNU അല്ലെങ്കിൽ ലിനക്സിൻ്റെ സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ബോസാണ് കേട്ടോ. ഈ CDACൻ്റെ സംഭവങ്ങളൊക്കെ പഠിക്കണം. CDAC ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ സ്ഥാപനമാണ്. CDACുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. ഓക്കെ, അപ്പോൾ CDACൻ്റെ കാര്യം മനസ്സിലായി. നമുക്ക് അടുത്തതിലോട്ട് പോകാം. 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണെന്നാണ്. അത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏതാണെന്നാണ് നോക്കേണ്ടത്. ശരിയാണോ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ നോക്കാം. ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭ്യമാക്കാവുന്നതാണ്. ശരിയാണോ? നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സാധനവും കിട്ടുമോ? ഒരിക്കലുമില്ല. അത് തെറ്റാണെന്ന് മനസ്സിലായി. പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാക്കാവുന്നതാണ്. എല്ലാ വിവരവും എന്ന് പറയുന്നത് തെറ്റാണ്. ഒരിക്കലും എല്ലാ വിവരവും കിട്ടില്ല. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാക്കാവുന്നതാണ്. ഓക്കെ, എല്ലാ വിവരവും പറഞ്ഞിട്ടില്ല. 8, 9 പറഞ്ഞിട്ടുള്ളത് കിട്ടില്ല, ബാക്കിയുള്ളതാണ് കിട്ടുന്നത്. അത് ശരിയാണ്.
അത് ശരിയാണ്. ഓക്കെ, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. അല്ല, ഭരണഘടന എല്ലാ സ്ഥാപനങ്ങളുടെ വിവരങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. സോ ഇതും തെറ്റാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരം ഏതാണെന്നാണ്. അപ്പോൾ സി മാത്രമാണ് ശരി. ഇത്രയും സംഭവമുള്ളൂ. ഉത്തരം 64 ഉത്തരം സി ആണ്. മനസ്സിലായല്ലോ. ഇനി 65 നമുക്ക് നോക്കാം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതിൻ്റെ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ആർക്കാണെന്നാണ് ചോദ്യം. 2019 കൺസ്യൂമർ സംരക്ഷണ നിയമത്തിൻ്റെ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ആർക്കാണ് എന്നാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. രണ്ടു പേർക്കും ഉണ്ട്. ആ ഒരു സംഭവത്തിൻ്റെ ഡയറക്ടർ ജനറലിനും പറ്റും, ജില്ലാ കളക്ടർക്കും പറ്റും. ഏത് നിയമത്തിലാണ്, അടുത്താണ് കേട്ടോ, സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് നല്ല ക്വസ്റ്റ്യനാണ്. ഇവിടുന്ന് വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇതാണ്. നമ്മുടെ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സോ 66-ാമത്തെ ഉത്തരവായിട്ട് വരുന്ന ബി ആണ്. നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത് ഇന്ന കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന 1950 എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 നോട്ട് ചെയ്യുക. സിവിൽ അവകാശ സംരക്ഷണ നിയമം 55 നോട്ട് ചെയ്യുക. സിവിൽ അവകാശ സംരക്ഷണ നിയമം 55 നോട്ട് ചെയ്യുക. ഈ അവസാനത്തെ നോട്ട് ചെയ്യുക. അതായത് വന അവകാശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിയമം 2006. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർഷങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലായല്ലോ. ഒന്ന് റിപ്പീറ്റേഷൻ വായിക്കാം, അപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 89 അങ്ങനെ ഒരു ടേം ഉപയോഗിച്ചിരിക്കുന്നത്. 67-ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 67 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തെറ്റായതാണോ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഒന്നാമത്തെ നോക്കാം. നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ. അല്ല, ഭർത്താവിനെതിരെ മാത്രമല്ല, വീട്ടുകാർക്കെതിരെയൊക്കെ പറ്റും. ഇനി അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി. ഓക്കെ, അത് തെറ്റ്. ഓപ്ഷൻ എ, മജിസ്ട്രേറ്റിനു നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ്. ഓക്കെ, ശരിയാണ്. കാരണം രഹസ്യമായി നടത്താൻ പറ്റും. ശരിയാണ്. ഉത്തരവിൻ്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. അതും ശരിയാണ്. കാശൊന്നും മേടിക്കാൻ പാടില്ല. മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. അതും ശരിയാണ്. സോ തെറ്റ് എ ആണ്. അത് മനസ്സിലായി, അത് എളുപ്പമാണ്. 68-ാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 68. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി. ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ വായിക്കാം. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി. അതെപ്പോഴും നമുക്കറിയാമല്ലോ, 18 വയസ്സിന് താഴെ. അതാണ് ആ പ്രായപരിധി, 18 വയസ്സിന് താഴെ. ഓപ്ഷൻ എ ആണ് 68-ാമത്തേൻ്റെ ഉത്തരം. 69-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പോഴത്തെ ആരാണെന്നാണ്. കറണ്ട് അഫെയർ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് യശ് വർദ്ധൻ കുമാർ സിൻഹ. ഉണ്ടോ, സൂപ്പർ പേരല്ലേ. യശ് വർദ്ധൻ കുമാർ സിൻഹയാണ് അതിൻ്റെ ഉത്തരം. യശ് വർദ്ധൻ കുമാർ സിൻഹ. 70-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 70. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് കാര്യം മനസ്സിലാവണം. നിയമനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിട്ട് പഠിച്ചോളണം. ഗാർഹിക പീഡന നിരോധന നിയമം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പോക്സോ, ലൈംഗികവുമായി ബന്ധപ്പെട്ട പല നിയമങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ചിൽഡ്രനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിയമങ്ങൾ, പിന്നെ ഈ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70-ാമത്തേൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 102-ാമത്തെ ഭേദഗതി നിയമം അനുസരിച്ചാണ് 2018. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 70 ചോദ്യങ്ങളെ പഠിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇനി ബാക്കിയുണ്ട്. ബാക്കി 30 ചോദ്യങ്ങൾ 10 വെച്ചിട്ട്. അതിൽ മലയാളത്തിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഇംഗ്ലീഷിൻ്റെയോ മാത്സിൻ്റെയോ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം അത് കംപ്ലീറ്റ് എക്സ്പ്ലനേഷനായിട്ട് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായ PSC ക്ലാസ്സുകൾ, PSC അറിയിപ്പുകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നമ്മൾക്ക് ഇനി ഉടനെ തന്നെ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സുകളും ഉണ്ടാവും. അതും കാണാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.